അതൊരു വലിയ സന്തോഷമുണ്ട്. വാപ്പാരോടും ഉമ്മാരോടും വല്യന്മാരോടും വല്യപ്പാരോടുമാണ് ഇപ്പോൾ കുട്ടികളോട് സംസാരിക്കുന്നതിനേക്കാൾ വഅദ് പറയേണ്ടത്. കുട്ടികളൊക്കെ നല്ല മക്കളാണ്, നല്ല ബുദ്ധിയുള്ള മക്കൾ, നല്ല പഠന താല്പര്യമുള്ള മക്കൾ. കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. നമ്മളെ മക്കളൊക്കെ അല്ലാഹു നന്നാക്കി തരട്ടെ. മുതിർന്ന തലമുറ ശ്രദ്ധിച്ചാൽ കുട്ടികൾ ഇനിയും കുറെ കൂടി നന്നാകും. അല്ലാഹു തആല നമുക്ക് മക്കൾ കുടുംബത്തെ കൊണ്ട് നമുക്കും നമ്മെ കൊണ്ട് കുടുംബത്തിനും മക്കൾക്കുമൊക്കെ അല്ലാഹു ഇസ്സത്ത് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ സമാധാനത്തിന് അല്ലാഹു തആല നൽകിയിരിക്കുന്ന നിയമാവലിയാണ്. കടലും കരയും സമാധാനത്തിൽ നിൽക്കാൻ, മണ്ണും വിണ്ണും സമാധാനത്തിൽ നിൽക്കാൻ, ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും സമാധാനം നിലനിൽക്കാൻ, ഇരുട്ടിലും വെളിച്ചത്തിലും സമാധാനം നിലനിൽക്കാൻ, സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാകാൻ അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന ഭരണഘടനയാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പ്രമേയമാക്കിയിട്ടുള്ള ഭരണഘടനയാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നമ്മളിങ്ങനെ നോക്കിയാൽ കാണാം, വിശുദ്ധ ഖുർആന്റെ ആദ്യ അക്ഷരം ബിസ്മില്ലാഹ്, ബാവ് കൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത്, അല്ലേ? ഏത് അക്ഷരം കൊണ്ടാണ് അവസാനിക്കുന്നത്? മിനൽ ജിന്നത്തി വന്നാസ്, സീന് കൊണ്ടാണ് അവസാനിക്കുന്നത്. ബാ കൊണ്ട് തുടങ്ങി സീന് കൊണ്ട് അവസാനിച്ചാൽ ആ രണ്ടക്ഷരം ചേർത്ത് വെക്കുമ്പോൾ ഒരു പദം രൂപപ്പെടും. ബാവും സീനും വെച്ചാൽ ബസ്, ഇത് മതി. ഇരുട്ടിലും വെളിച്ചത്തിലും ഇത് മതി, സന്തോഷത്തിലും ദുഃഖത്തിലും ഇത് മതി, അറബിക്കും അനറബിക്കും ഇത് മതി, മണിയറയിലും വെന്റിലേറ്ററിലും ഇത് മതി. ബാ കൊണ്ട് തുടങ്ങി സീന് കൊണ്ട് അവസാനിക്കാണ് ഖുർആൻ. രണ്ടാമത്തെ ഒരു പ്രത്യേകത ഖുർആനുണ്ട്. അതെന്താ? അല്ലാഹ് എന്നുള്ള പേര് കൊണ്ട് തുടങ്ങിയിട്ട് മനുഷ്യന്റെ പേര് കൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത്, അല്ലേ? ബിസ്മില്ലാഹ് ആരെ പേര് കൊണ്ടാ തുടങ്ങുന്നത്? അള്ളാന്റെ പേര് കൊണ്ടാ തുടങ്ങുന്നത്. ഞാൻ അവസാനത്തിൽ നോക്കാട്ടെ, മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യന്റെ പേര് കൊണ്ടാണ് അത് അവസാനിക്കുന്നത്. അതെന്താണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്? അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകുന്നതാണ് ഈ ഖുർആൻ. അള്ളാഹുവിൽ നിന്ന് മനുഷ്യർക്ക് നൽകുന്നതാണ് ഈ ഖുർആൻ. അല്ലാഹ് എന്ന് തുടങ്ങി അന്നാസ്, മനുഷ്യൻ എന്ന പേര് കൊണ്ടാണ് ഖുർആൻ അവസാനിക്കുന്നത്. അത് അല്ലാഹു തആല ഖുർആൻ നൽകിയപ്പോൾ അവസരോചിതവും സാന്ദർഭോചിതവുമായിട്ട് അങ്ങനെ നൽകുകയാണ് ചെയ്തത്. അതാണ് വിശുദ്ധ ഖുർആനിന്റെ ഓരോന്നിലും ഓരോ പ്രത്യേകതയുണ്ട്. സൂറത്തുന്നാസ് അതാണ് അവസാനത്തെ സൂറത്ത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസിൽ ആകെ എത്ര ഹർഫാ? 80 ഹർഫാണ്. ആ 80 ഹർഫിൽ നിന്ന് ആവർത്തിച്ച് വന്ന ഹർഫാണ് ഒഴിവാക്കിയാൽ ബാക്കി എത്ര ഉണ്ടാകും? 23 ഹർഫുണ്ടാകും. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ബിസ്മില്ലാഹ് എന്ന് തുടങ്ങിയിരിക്കുന്ന ഖുർആൻ മിനൽ ജിന്നത്തി വന്നാസ് അവസാനിപ്പിക്കുമ്പോൾ അതിന് അല്ലാഹു തആല എടുത്തിരിക്കുന്ന സമയം 23 വർഷമാണ്. അല്ലാഹ് എന്ന പേര് കൊണ്ട് തുടങ്ങി അന്നാസ് മനുഷ്യന്റെ പേര് കൊണ്ട് അവസാനിപ്പിച്ച ഈ ഖുർആനിൽ മനുഷ്യന്റെ പേര് ഖുർആനിൽ 600 പ്രാവശ്യം അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്.
രണ്ട് സൂറത്തുകൾക്ക് തന്നെ പേര് മനുഷ്യൻ എന്നാണ്. സൂറത്തുൽ ഇൻസാൻ, ഹൽ അതാ അലൽ ഇൻസാൻ. രണ്ടാമത് സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. മനുഷ്യൻ എന്ന പേരിൽ രണ്ട് സൂറത്ത് ഖുർആനിലുണ്ട്. 600-ലധികം സ്ഥലങ്ങളിൽ ഖുർആൻ മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനാണ് ഖുർആനിന്റെ പ്രമേയം. അല്ലാഹു തആല മനുഷ്യർക്കാണ് ഖുർആൻ നൽകുന്നത്. പക്ഷേ ഖുർആൻ ഉദ്ഘോഷിക്കുന്ന ആശയത്തിന്റെ സമാധാനം അത് എല്ലാ സൃഷ്ടിചരാചരങ്ങൾക്കുമാണ്. കടലും കരയും സമാധാനം, മണ്ണും വിണ്ണും സമാധാനം, എല്ലാ ജീവജാലങ്ങൾക്കും. പക്ഷെ ആർക്ക് സമാധാനം വേണമെങ്കിലും എന്ത് വേണം? മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം വേണം. മനുഷ്യ മനസ്സുകൾക്ക് സമാധാനമുണ്ടോ? എല്ലാ ജീവികൾക്കും സമാധാനം ഉണ്ടാവും. മനുഷ്യ മനസ്സുകളെ മനസ്സൊക്കെ സംഘർഷവും വിദ്വേഷവും അക്രമവും കുഴപ്പവും കലഹവുമാണോ? അതെല്ലാ ജീവികളും അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ഗസയിൽ വെള്ളം കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യ കുഞ്ഞുങ്ങൾ മാത്രമല്ല. അവിടുത്തെ പൂച്ചയും അതിൽ പെടുന്നുണ്ട്, അവിടുത്തെ പട്ടിയും അതിൽ പെടുന്നുണ്ട്, അവിടുത്തെ ഇഴജന്തുക്കളും അതിൽ പെടുന്നുണ്ട്. അവിടെ എല്ലുന്തിയിട്ട് നടക്കാൻ വയ്യാതെ അങ്ങനെ എന്തോ ഒരു രൂപത്തിൽ നടക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങൾ മാത്രമല്ല, മറ്റു ജീവികളെ മക്കളും അങ്ങനെ തന്നെയാണ്. അവിടെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ബോംബാക്രമണത്താൽ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ചില ജീവജാലങ്ങളൊക്കെ വർഗം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ദുഷ്ചെയ്തി കൊണ്ടാണ്. മനുഷ്യ മനസ്സുകളെ സ്നേഹത്തിലും സമാധാനത്തിലും നിലനിർത്താൻ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമുക്ക് നൽകി. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമ്പോൾ എത്ര നിരന്ന ഭൂമി, എത്ര നല്ല സ്ഥലം ഉണ്ടായിരുന്നു അല്ലേ? മക്കത്തുൽ മുക്കറമയിലൊക്കെ നമ്മൾ യാത്ര ചെയ്ത് നോക്കിയാൽ വിശാലമായ നിരന്ന ഭൂമി എത്രണ്ട്, എത്ര സ്ഥലമുണ്ട്. അവിടുന്നൊന്നും അല്ലല്ലോ കൊടുത്തത്. വിശുദ്ധ ഖുർആന്റെ തുടക്കം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അത് നൽകാൻ വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തത് എവിടെയാണ്? ജബലുൻ നൂർ, പ്രകാശപർവ്വതം. ആ പ്രകാശപർവ്വതം മക്കത്തുൽ മുക്കർറമയിൽ നിന്ന് 3.25 കിലോമീറ്റർ, 3.2 അല്ലേ കഅബ ശരീഫിൽ നിന്ന്. അതോ സമുദ്രനിരപ്പിൽ നിന്ന് 2200 അടി ഉയരത്തിൽ. ആ 200 അടി ഉയരത്തിൽ അവിടെ എത്തിയാൽ ഉള്ള ഒരു സ്ഥിതി എന്താണ്? 600 സ്റ്റെപ്പ് കയറണം. എന്നിട്ട് അവിടെ എത്തിയാൽ 4.25 മുഴം നീളം, 2.25 മുഴം വീതി. അപ്പൊ ഇതിന് ഗുഹ എന്ന് പറയാൻ പറ്റൂല, ഒരു മാളം അല്ലെങ്കിൽ ഒരു പൊത്ത് എന്നേ പറയാൻ പറ്റൂല. അവിടെയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇരുത്തിയിട്ട് അല്ലാഹു തആല മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നൽകിയിട്ട് വിശുദ്ധ ഖുർആന്റെ തുടക്കവാക്യം ഇഖ്റ, വായിക്കുക, ഓതുക, ഓതിക്കൊണ്ടേയിരിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ഇഖ്റ എന്നാണ് ഖുർആനിന്റെ ഉദ്ഘാടനം. അതുകൊണ്ട് തന്നെ ലോകത്ത് ഖുർആൻ പോലെ പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഭരണഘടന, ഒരു ഗ്രന്ഥം ലോകത്ത് വേറെയില്ല. ദിവസവും ലോകത്ത് ആണും പെണ്ണും ചെറുപ്പവും വലിപ്പവും വ്യത്യാസമില്ലാതെ ആകാശത്തിന് ചുവട്ടിൽ ഓതിക്കൊണ്ടിരിക്കുന്ന, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ഖുർആൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത്, ഖുർആൻ അതിന്റെ ബിസ്മില്ലാ എന്ന് തുടങ്ങിയിട്ട് മിനൽ ജിന്നത്തി വന്നാസ്,
അത് മുഴുവനും ഓതി തീർത്തുകൊണ്ട് ഇടക്കിടക്ക് അത് മുഴുവനും പാരായണം ചെയ്യാം. അതിന് ഖത്മുൽ ഖുർആൻ എന്ന് പറയാലോ നമ്മൾ. അങ്ങനെ ഒരു പുസ്തകം ആവർത്തിച്ച് പൂർത്തിയാക്കി ഓതിക്കൊണ്ടേയിരിക്കുക, വായിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനത്തെ ഒരു ഗ്രന്ഥം ഖുർആൻ അല്ലാതെ ലോകത്ത് വേറെയില്ല. ഉണ്ടോ? ഇന്ത്യൻ ഭരണഘടന ദിവസം ഇവിടെ വായിച്ചു തീർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ജഡ്ജി ഉണ്ടോ? അഡ്വക്കേറ്റ് ഉണ്ടോ? ആരാണുള്ളത്? ഏത് ഭരണഘടനയാണ് ആരും വായിച്ചു തീർക്കല്? വിശുദ്ധ ഖുർആൻ ദിവസം ഖത്തം തീർക്കുന്ന ആൾക്കാർ, 3 ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കുന്ന ആൾക്കാർ, 8 ദിവസം കൂടുമ്പോൾ ഖത്തം തീർക്കുന്ന ആൾക്കാർ. യാ റബ്ബ് യാ റബ്ബ്. എൻ്റെ ഉപ്പ 86-87 വയസ്സാകുമ്പോഴാണ് വഫാത്തായത്. അള്ളാഹു ആഖിറം നന്നായി കൊടുക്കട്ടെ. ഇപ്പോൾ ഒരു മാസം സുഖമില്ലാതെ കിടന്നപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് വേറെ വിഷമമൊന്നുമില്ല, ഞാൻ എല്ലാ മാസവും ഖുർആൻ 5 വട്ടം 6 വട്ടം ഖത്തം തീർക്കും. അതിപ്പോൾ ഈ സുഖമില്ലാതെ ഇപ്പോൾ പറ്റാതെയായി. ആ ഒരു വിഷമമുള്ളൂ. വാപ്പ ഖുർആൻ ഓതി ദ്വാർന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനായത്. നമ്മളൊക്കെ ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ അത് ഫുള്ളായിട്ട് ഖത്തം തീർത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന വല്യമാര് എത്രയാണ് ലോകത്ത്? ഉമ്മാരെത്രയാണ്, വല്യപ്പാരെത്രയാണ്, വാപ്പാരെത്രയാണ്, കുട്ടികൾ എത്രയാണ്, യുവാക്കൾ എത്രയാണ്? എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്ര. ഇനി മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ദൈവിക ഗ്രന്ഥമോ ഒരു ആത്മീയ ഗ്രന്ഥമോ ഒരു മതഗ്രന്ഥമോ ഒരു ഭരണഘടനയോ അതിന് A to Z മനപ്പാടമാക്കുന്ന ഒരു പുസ്തകം ലോകത്ത് ഖുർആനല്ലാതെ വേറല്ല. ഇന്ത്യൻ ഭരണഘടന വ്യാഖ്യാതാക്കളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആള്, ഇന്ത്യയുടെ ഒരു ആർട്ടിക്കൽ, ഭരണഘടനയുടെ ഒരു ആർട്ടിക്കൽ ലോകത്ത് ചോദ്യം ചെയ്യപ്പെട്ടാൽ ലോക കോടതിയിൽ അതിന് വിശദീകരണം നൽകാൻ ഡോക്ടർ N.A. പാൽക്കിവാല സാറാണ് ഇന്നുള്ളതിൽ വിദഗ്ധൻ. അദ്ദേഹം പോലും ഇന്ത്യൻ ഭരണഘടന മനപ്പാടമാക്കിയിട്ടില്ല. ഉണ്ടാ, ഒരു ഹറഫില്ലാതെ വിട്ടുപോകാതെ ഖുർആൻ മുഴുവനും മനപ്പാടമാക്കിയിരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത എത്ര ആളുകളാണ് ഖുർആൻ മനപ്പാടമാക്കിയ കൂട്ടത്തിലുള്ളത്? പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ ജീവിച്ചിരിപ്പുള്ള 119 വയസ്സായിരിക്കുന്ന വൃദ്ധനടക്കം ഖുർആൻ മനപ്പാടമാക്കിയ ലക്ഷങ്ങൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ ഖുർആൻ അർത്ഥം അറിഞ്ഞും അറിയാതെയും ഓതിക്കൊണ്ടേയിരിക്കുക. ഇപ്പൊ ഇടക്കാലത്തൊക്കെ ഒരു കൂട്ടർ വന്നിന് അർത്ഥം അറിയാതെ ഓതിയിട്ട് എന്താ കാര്യം? നമ്മളവിടെ ഒരു മൗലവി വന്നിട്ട് പ്രസംഗിച്ച് അർത്ഥം അറിയാതെ ഓതിയിട്ട് കാര്യമില്ല. അപ്പോ ഞാൻ കുട്ടികളെ വിട്ട് ചോദിപ്പിച്ചു, ആശയവും അർത്ഥവും അറിയാതെ ചെയ്താൽ ഫലം കിട്ടൂലേ ചോദിച്ചു. ഇല്ല. എന്നാ പിന്നെ അമ്മിഞ്ഞപ്പാല് കുടിക്കണ കുട്ടിക്കറിയോ മുലപ്പാല് ഞാൻ എന്തിനാ കുടിക്കണത്? കുട്ടിക്കറിയോ ഞാൻ എന്തിനാ മുലപ്പാല് കുടിക്കണത്? കൊടുക്കണം അമ്മാക്കറിയോ, കൊടുപ്പിച്ചണ വാപ്പാക്കറിയോ? അമ്മിഞ്ഞപ്പാല് ഞാൻ മുലപ്പാല് കുടിക്കണത് എന്തിനാണെന്നത് കുടിക്കണ കുട്ടിക്കറിയോ? അറിയില്ല. കൊടുക്കണ അമ്മാക്കറിയോ, കൊടുപ്പിക്കണ വാപ്പാക്കറിയോ? മുലപ്പാല് കുടിച്ചാൽ കുട്ടിക്ക് ഗുണം കിട്ടുമോ കിട്ടൂലേ? ഇതൊക്കെ ആളുകളെ ഖുർആൻ പാരായണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഓരോരോ പുതിയ പുതിയ മാർഗങ്ങൾ കൊണ്ടല്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക, അത് മനപ്പാടമാക്കുന്ന ലക്ഷങ്ങൾ. ഇന്നും നമ്മുടെ കേരളത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ്? അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. നമ്മുടെ വീട്ടിലും നാട്ടിലും പ്രദേശങ്ങളിലുമൊക്കെ ഇന്ന് നമുക്ക് ചില അപജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ചില പരാജയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ നാട്ടിൽ ചില വിഷമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. എവിടെ അത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റും ഖുർആൻ ഓതുന്ന ആളുകൾ കുറഞ്ഞു. ഖുർആൻ ഓതുന്ന ആളുകൾ കുറഞ്ഞു. ഖുർആൻ ഓത്ത് കുറയുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ സാന്നിധ്യം ഭൂമിയിൽ കുറയും. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ ഓതുന്ന ആളുകളുടെ കൂടെ റഹ്മത്തിന്റെ മലക്കുകൾ, ഹഫളത്തിന്റെ മലക്കുകൾ, കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ, അങ്ങനെ മുഅക്കിലീങ്ങളായ മലക്കുകൾ, മലായിക്കത്തിന്റെ ഒരു ബറ്റാലിയൻ നമ്മുടെ വീട്ടിൽ, മലായിക്കത്തിന്റെ ഒരു ബറ്റാലിയൻ നമ്മുടെ പള്ളിയിൽ,
മലായിക്കത്തിന്റെ ഒരു ബറ്റാലിയൻ നമ്മുടെ നാട്ടിൽ മലക്കുകൾ ഇങ്ങനെ നിരന്തരം വരിക. ആ മലായിക്കത്തെ രാവിലെ സുബൈക്ക് മലക്കുകളെത്തി, തിരിച്ച് അവര് മഗ്‌രിബിക്ക് പോയി, അവര് വീണ്ടും മറ്റൊരു മലക്കുകൾ ഇങ്ങനെ ദിവസം ഭൂമിയിൽ നിന്നുള്ള ആ മലായിക്കത്തിന്റെ റിപ്പോർട്ട് അള്ളാഹുവിലേക്ക് ഇങ്ങനെ കൊടുത്തും വന്നും. അള്ളാഹു റബ്ബി, ആ ഖുർആൻ ഓതുന്ന വല്യമാരെ കാണാനില്ലാതെയായി, വല്യപ്പാനെ കാണാനില്ലാതെയായി. ആ ഖുർആൻ ഓതുന്ന വാപ്പാനും ഉമ്മാനും ഒക്കെ കാണാനില്ലാതെയായി. ഈശാ മഗ്‌രിബിന്റെ ഇടയ്ക്ക് നമ്മളെ വീട്ടിൽ ഖുർആൻ ഓതിയിരുന്നു. അതൊക്കെ പോയി ടെലിവിഷനും വാർത്തയൊക്കെ വന്നപ്പോൾ എന്തായി? പീഡിയക്കൊലയുമ്പോൾ കുത്തരങ്ങാട് പറഞ്ഞുകൊണ്ടിരിക്കണേ ആ വർത്താനങ്ങളൊക്കെ എന്തായി? ഇപ്പോ അത് നമ്മളെ പെരന്റെ ഉള്ളിക്കായി അല്ലേ? ഈ തബാറക്കന്റെ സാന്നിധ്യം, യാസീന്റെ സാന്നിധ്യം, ഇദാവഖഅത്തിൽ വാക്കയുടെ സാന്നിധ്യം, ഇങ്ങനെയാണ് നോക്കിയിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്ത് വന്നുകൊണ്ട് നമ്മുടെ വീട്ടിലും നാട്ടിലും നമ്മുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കേണ്ട സാഹചര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. രണ്ട് കാര്യം ഖുർആൻ നമ്മളെ ഉണർത്തിയത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ആയാത്തുകളും ഖുർആന്റെ സൂറത്തുകളും നമ്മൾ അതിന്റെ പാരായണക്കാരാവണം. നമ്മുടെ വീട്, നമ്മുടെ നാട്, നമ്മുടെ കുടുംബം, നമ്മുടെ എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിൽക്കേണ്ടത് ഏതാണ്? ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണക്കടലായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാവാരിധിയായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങേയറ്റത്തെ ദയാലുവായ അല്ലാഹ്. എന്താണ് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ കലാമായ ഖുർആന്, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, 100 ഏടുകൾ, ഇതെല്ലാം കൂടിയാൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ്? അള്ളാഹുവിന്റെ കലാമിന്റെ രാജവചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹ് അർ റഹ്മാൻ അർ റഹീം. അള്ളാഹുവിന്റെ അതിപ്രധാനപ്പെട്ട 3 സിഫത്തുകളെ കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ട 19 ഹർഫുകൾ. അതാണ് ബിസ്മില്ലാഹ്. സത്യവിശ്വാസികളായ ആളുകളെ മനസ്സ് ദയയുടെ മനസ്സാവണം, വിട്ടുവീഴ്ചയുടെ മനസ്സാവണം, അലിവിന്റെ മനസ്സാവണം, കൃപയുടെ മനസ്സാവണം, സ്നേഹത്തിന്റെ മനസ്സാവണം, പരോപകാരത്തിന്റെ മനസ്സാവണം, പരസ്പര സഹായത്തിന്റെയും മനസ്സാവണം. ഇത് നമുക്ക് ആ മനസ്സ് വരാൻ അടിക്കടി അല്ലാഹു തആല നമ്മളെ ഏൽപ്പിക്കുകയാണ് അല്ലേ? ഒരു ദിവസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു സത്യവിശ്വാസി എത്ര പ്രാവശ്യം? 17 റക്അത്ത് നിസ്കാരം നിർബന്ധമാണ് അല്ലേ? ഒരു കൊല്ലം 17 റക്അത്ത് നിസ്കരിച്ചാൽ 6000 റക്അത്ത് നിസ്കാരമാകും അല്ലേ? പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു കൊല്ലത്തിൽ നിർബന്ധമായും നമ്മൾ പറയാണ് അല്ലേ? നിർബന്ധമായി 17 റക്അത്ത് നിസ്കാരത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണക്കടലായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണാവാരിധിയായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദയാലുവായ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാഹ്. ഇതിങ്ങനെ അള്ളാഹിനെ പറ്റി നമ്മുടെ മനസ്സറിഞ്ഞ് നാവുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ മനസ്സ് കൃപന്റെ മനസ്സാകും, നമ്മളെ മനസ്സ് സ്നേഹത്തിന്റെ മനസ്സാകും. അപ്പം നമുക്ക് നമ്മളെ മക്കളോട് സ്നേഹം ഉണ്ടാകും, നമ്മളെ ഭാര്യയോട് സ്നേഹം ഉണ്ടാകും, നമ്മളെ കുട്ടികളോട് സ്നേഹം ഉണ്ടാകും, നമ്മളെ ആടുമാട് ജന്തുക്കളോട് സ്നേഹം ഉണ്ടാകും. എല്ലാം ഇതൊക്കെ പടച്ചവൻ്റെതാണല്ലോ, അള്ളാഹിന്റെ സൃഷ്ടിയാണല്ലോ. നമ്മളെ മനസ്സ് എപ്പോഴും ഏതാണ്? ഒരു കടുംപിടുത്തത്തിൻ്റെതല്ല, ഒരു വാശിയുടേതല്ല, ഒരു വക്കാണത്തിൻ്റെതല്ല. യാ റബ്ബ്. എന്തുകൊണ്ട്? ബിസ്മില്ലാഹിക്ക് അള്ളാന്റെ അടുക്കൽ അത്ര ശ്രേഷ്ഠതയാണ്. ഒരിക്കൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നല്ല കസാരി ഒരു ഫാനും ഒക്കെ ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ അല്ലേ
പണ്ട് വയല് കേട്ട് പോണോലോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഇനി വയല് ചോദിച്ചു. ഇന്ന് എനിക്ക് കാര്യമായിട്ട് മൂലാർ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തേ ചോദിച്ചു, ഇന്ന് നല്ല ദ്വഴനിയാണ്. അപ്പം എന്താ, വയല് തുടങ്ങുമ്പോഴും ദ്വഴയാണ്, വയല് തീരുമ്പോഴും ദ്വഴയാണ്. അതിൻ്റെ അടിയിലൊക്കെ മൂപ്പര് ഉറങ്ങിയേക്കാണ്. അല്ല ഇവിടെ അല്ല കേട്ടോ, അത് വേറൊരു നാട്ടിലത്തെ കഥ പറഞ്ഞതാണ് ഞാൻ. അള്ളാഹു തആല ഖൈറ് തരട്ടെ. പിന്നെ എനിക്ക് ചെറിയൊരു അപേക്ഷങ്ങളോട് എന്താ വെച്ചാൽ, നിങ്ങൾ എന്നെ ബേജാറാക്കരുത്. അങ്ങനെ ഞാനിങ്ങനെ ആയത്തിൽ ഓതിയിട്ടുള്ളൂ. അപ്പാത്തിന് ഒരാൾ എൻ്റെ അടുത്ത് മുഖത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ തന്നെ ഓതിക്കോളി, അങ്ങനെ ഓതണ്ടേ. അപ്പം ഞാൻ ആയത്ത് ഓതുമ്പാത്തിന് തന്നെ ഇത്രയും വിവരമുള്ളവർ മുന്നിലിരുന്നാൽ ചെറിയൊരു ബേജാറുണ്ടാവില്ല നമുക്ക്. അപ്പം ആയിക്കോട്ടെ, നിങ്ങൾ സമ്മതിക്കണം എന്നില്ല, എൻ്റെ ഒപ്പം ഇങ്ങനെ പോന്നാൽ മതി നിങ്ങൾ. അള്ളാഹു ഖൈറ് തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഒരു കഥ പറഞ്ഞു കൊടുക്കാണ് സ്വഹാബാക്കൾക്ക്. കഥാനായകനാരാ? റൂഹുല്ലാഹി ഈസ. ഈസാ നബി അലൈഹി സ്വലാമാണ് കഥാനായകൻ. ഒരിക്കൽ ഈസാ നബി അലൈഹി സ്വലാം ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറെ അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ഖബർ കണ്ടു. ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ആ ഖബറിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു. ആ ഖബറിന്റെ അടുത്ത് നിന്നിട്ട് ബഹുമാനപ്പെട്ടവർ താഴോട്ടൊന്ന് നോക്കി. അമ്പിയാക്കൾക്ക് അല്ലാഹു തആല ഖബറിന്റെ മേലെന്ന് നോക്കിയാൽ തന്നെ എവിടേക്ക് കാണാം? ഉള്ളിലേക്ക് കാണാം. അതിലിപ്പോൾ നിങ്ങൾ തർക്കിച്ചാൽ നിൽക്കും, സംശയിക്കാൻ നിൽക്കൊന്നും വേണ്ട. ഇപ്പൊ ഈ മുജാഹിദ് ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അന്തല്ലാത്തീറ്റങ്ങൾ വന്നിട്ടുള്ളൂ അല്ലേ? ലേശൊരു ബുദ്ധിയും തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഓലൊന്നും ഏതിലേക്ക് പോകില്ല, ഈ മുജാഹിദ് ജമാഅത്തേക്ക് പോകാൻ നിൽക്കൂല. നിൽക്കോ? എന്നാ നമുക്ക് ഒറ്റ കാര്യത്താൽ ഞാൻ തുടങ്ങിയില്ലേ, അതുകൊണ്ട് പറയാം. ലേശൊരു അന്തണ്ടെങ്കിൽ അതിലൊന്നും നിൽക്കാൻ നിൽക്കൂല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ മുജാഹിദ് ജമാഅത്ത് പോലത്തെ പുതിയ കൂട്ടക്കാർക്കൊന്നും മരിച്ചോടുത്ത് ഓതാൻ പറ്റൂല? പറ്റുമോ? ഇവിടെയൊക്കെ ഒരു മരിച്ചോടുത്ത് ഓതലുണ്ടോ? ഓരോ പ്രധാനപ്പെട്ട ഒരു ബാധ ഏത് ഓതാൻ പറ്റൂല? മരിച്ചോടുത്ത് ഓതാൻ പറ്റൂല. മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചട്ടെ. ഈ സഭയിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് നമ്മളെ മഹല്ലത്തിലെ ഇന്ന ആള് മരിച്ചിക്കണെന്ന് പറഞ്ഞു. അത് കേട്ടാ നിങ്ങളൊക്കെ എന്താ പറയാ? പറയണേ പറഞ്ഞോളി, നിങ്ങളൊക്കെ എന്താ പറയാ? അത് ഖുർആനാണോ അല്ലേ? ഇപ്പൊ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അത് ഖുർആനാണോ അല്ലേ? ആണ്. അപ്പൊ ഒരു മുജാഹിദ് മരിച്ചു എന്ന് കേട്ടാ ഇന്നാ ലില്ലാഹി ചെല്ലാൻ പറ്റുമോ? പറ്റൂലേ? നിങ്ങൾ എൻ്റെ മേത്തേക്ക് എടുക്കല്ലേ, ഞാൻ ഓര് പറയണത് നിങ്ങൾ ആദ്യം കേൾപ്പിച്ചിരിക്കണം. ഇവിടെ മരിച്ചാൽ ഖുർആൻ ഓതുവോ? മരിച്ചാൽ ഖുർആൻ ഓതുവോ? മരിച്ചാൽ ഖുർആൻ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇനി ഇവരൊക്കെ മരിച്ചു എന്ന് കേട്ടാ ഇന്നാ ലില്ലാഹി ഓതാൻ പറ്റുമോ? പറ്റൂലേ? ഇത് ചെല്ലൽ എപ്പോഴാ? മരിച്ചതിന് പിറ്റേന്നോ തലേന്നോ? അപ്പൊ നമ്മൾ ഈ മുജാഹിദ് ജമാഅത്തിനൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു ഇന്നാ ലില്ലാഹി ആണ് ചെല്ലുക. അപ്പൊ എന്തേന്ന് വെച്ചാൽ പറയാം, മരിച്ചാൽ ഏതായാലും ചെല്ലാൻ പറ്റില്ല, അപ്പൊ എന്നെ കണ്ടപ്പോൾ ചെല്ലിയെന്നുള്ളൂ എന്ന് പറയും. അല്ല, നിങ്ങൾ ആലോചിച്ചോക്കെ, നമ്മളിപ്പോ ഇല്ലാത്തത് ഓർമ്മപ്പെടുത്തണ്ട. മരിച്ചാൽ ഓതാൻ പറ്റുമോ? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ മരിച്ചാൽ ഖുർആൻ ഓതാത്തത്? മരണ വാർത്ത സ്വീകരിക്കൽ തന്നെ ഖുർആനോട് കൂടെയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ? ഇനി മരിച്ച വീട്ടിലൊക്കെ ഓത്താണ്. മയ്യത്ത് എടുക്കുമ്പോ യാസീൻ. മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഏതാ ഓതുക? അൽ ഫാത്തിഹ ഖുർആനാണ് ഓതേണ്ടത്. ഇനി മയ്യത്ത് നമ്മൾ മൂട് വെച്ചു, ഖബറിലേക്ക് വെച്ചു. അവസാനത്തെ യാത്രയപ്പാണ് ഏത്? മൂട് കല്ല് വെച്ചിട്ട് ഒരു പൊടി മണ്ണ് വാരിയിടണം. എന്ത് ചെയ്യലിങ്ങാൻ നാട്ടില്? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും അത് ഖുർആനാണോ അല്ലേ? മരിച്ചാൽ ഓതാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഇവരൊക്കെ മണ്ണ് വാരിയിടുമ്പോൾ ഞാൻ എന്തായാലും പോണ വഴിക്ക് പോട്ടെ എന്ന് പറയും. നിങ്ങൾ ഓർത്തു നോക്കി, ലേശൊരു ബുദ്ധി ഉണ്ടെങ്കിൽ ഇതിൽ നിൽക്കാൻ ആളെ കിട്ടും. നമ്മളെ നാട്ടില് പീഡിയക്കൊലയുമൊരു വർത്താനം ഒരു സാധനം. അപ്പൊ കുട്ടികളിങ്ങനെ ഒച്ചയും വിളിയും വർത്താനൊക്കെ കേട്ടപ്പോൾ കുട്ടിനെ ചോദിച്ചു എന്താന്ന് വെച്ചു. അപ്പൊ 2 കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു വഹാബി മാസ്റ്റ് വന്നിക്കണേ നമ്മളെ സ്കൂളിൽ. എന്നിട്ടോ ചോദിച്ചു, ഓൻ ഇവിടെ പല വാദം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ഓൻ പറയണു ചോദിച്ചു. മന്ദിരിച്ചാൽ കൂലിട്ടൂല എന്നാ പറയുന്നത്. നമ്മൾ മന്ദിരിച്ചൂതലൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് നിങ്ങളെന്തേ കാട്ടി വെച്ചു? ഞങ്ങൾ പേരോട് ഉസ്താദിൻ്റെ കുറേ ഇതുകളൊക്കെ അവനോട് പറഞ്ഞു നോക്കി, ഓൻ സ്വീകരിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു മന്ദിരിച്ചാൽ ഗുണം കിട്ടൂല എന്നല്ലേ. നിങ്ങൾ കുറച്ചിന് വിട്ട് നിൽക്കുക, എന്നിട്ട് ഒന്നാണ് മന്ദിരിച്ചൂടി. ഫലം കാണുമോ കാണൂലേന്ന് അറിയാലോ. അപ്പം എന്താ മന്ദിരിച്ചേണ്ടതെന്ന് ചോദിച്ചു. കുറച്ച് ചീത്ത അറിഞ്ഞാണ് മന്ദിരിച്ചളി, നമുക്ക് കുതിരയോ അങ്ങനെയാണ് പറഞ്ഞ് മന്ദിരിച്ചളിയാണ്. കുട്ടികൾ കുറച്ച് നിന്നുകാണ്ട് പോകാൻ വഹാബി
അതാണ് കേട്ടതോട് കൂടെ ഇളകൽ തുടങ്ങി. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ചീത്തറിഞ്ഞ് മന്ത്രിച്ചാൽ തന്നെ എക്കോലത്തിൽ ഇളകും നീച്ചാ ആയത്തിൽ കുറിച്ച് ചോദ്യം എങ്ങനെ ഉണ്ടാവുന്നുണ്ട്? മന്ത്രിച്ചാ പലം കിട്ടൂല. ഇജ്ജി ഇരിക്കണോടത്ത് എന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ മന്ത്രിച്ചാൽ മതി, ഇജ്ജി നീച്ചൽ ഉറങ്ങൂലേ, കണ്ണും മോറൊക്കെ വ്യത്യാസപ്പെടുക മൂക്കൊക്കെ വലുതാകൂലേ, ഒക്കെ ഉഷാറ് കിട്ടൂലേ. ചീത്തറിഞ്ഞ് മന്ത്രിച്ചാൽ തന്നെ എക്കോലത്തിൽ ഇളകും നീച്ചാൽ പിന്നെ ദിക്കറും സ്വലാത്തും ചെല്ലിയാൽ പിന്നെ പറയാണ്ടോ? ചിലതൊക്കെ എന്ത് വേണ്ടി വരും? ചെറിയൊരു ബുദ്ധി വേണ്ടേ മനുഷ്യന്? വാദം ഒക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആൻ ഉമ്മയുടെ ഗർഭാശയത്തിലും ഇന്ന് ഭൂമിയിലും നാളെ ഖബറിലും മറ്റന്നാ മഹ്ശറിലും ഞമ്മക്കുള്ള കാവൽക്കാരൻ മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ മുഖേന അള്ളാഹ് ഏൽപ്പിച്ചിരിക്കുന്ന ഖുർആനാണ്. ആ ഈസാ നബി അലൈഹിസ്സലാം അവിടെ നിന്നിട്ട് ഖബറിലേക്ക് ഇങ്ങനെയാണ് നോക്കി. കാണൂലേ? അള്ളാഹു ഓരോരുത്തർക്ക് കാഴ്ച കൊടുത്തിരിക്കുന്നത് പ്രത്യേക രീതിയിലല്ല. എന്തിനാപ്പം അതിന് വലിയ ഔലിയാകും? അത് വേറൊരു ഭാഗമാണ്. നമ്മളെ പെരേക്കാണ് കയറിന് കൊടുത്ത് 3 സ്റ്റെപ്പാണ് വീട്ടിൽ കയറുന്ന 3 സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പും വരുന്നുണ്ട്. ഒരു ദിവസം നോക്കുമ്പോൾ ഒരു കോഴിക്കുട്ടി ഇങ്ങനെ നിൽക്കണം, ഒരു ചങ്ങൻ കോഴി. അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മുന്നേ തന്നെ 2 തെങ്ങുണ്ട്, അതിന് തടം തുറന്നിങ്ങാണ്ട് കുറച്ചൊന്ന്. അപ്പം ഈ തെങ്ങും കുജിക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഈ കോഴി അവിടെ നിങ്ങാണ്ട് ഇങ്ങനെ കോഴി അങ്ങനെ ഉണ്ടല്ലോ ചില കോഴികൾ. ആ തെങ്ങുകുഞ്ചിക്ക് ഇങ്ങനെ നോക്കിയിട്ട് കുറച്ചേരം ഇങ്ങനെ നോക്കി നിങ്ങാണ്ട് കോഴി ഒരൊറ്റ ഓട്ടം ഓടിയാണ് ചെന്നിട്ട് കോഴി ഒരു കൃത്യമായ സ്ഥലത്ത് മണ്ണ് ഇങ്ങനെ മാന്തിയിട്ട് പുയറിനെ പിടിച്ചാണ്ട് തിന്നൽ തുടങ്ങി. അതിലെ ഭൂമിൻ്റെ അടിയിൽ കൂടെ പോണ പുയറിനെ ഇവിടുന്ന് കോഴിക്ക് കാണാമെന്ന് വിചാരിച്ചാൽ വല്ലതും പറയാണ്ടെങ്കിൽ കോഴിക്കളെ കൊടുത്തിട്ട് ഒറ്റ മുജാഹിദുമില്ല. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് മണ്ണിൻ്റെ അടിയിക്ക് കാണാൻ ഈസാ നബി അലൈഹി സ്വലാം ആ ഖബറിൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഈസാ നബി കാണുന്നത് എന്താ? ഒരു മനുഷ്യനെ ഖബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടുക. ആ ശിക്ഷിക്കപ്പെടുന്ന കാഴ്ച കണ്ടപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ഒന്നിന് ബേജാറായിട്ടാണ് തല ഉയർത്തി. വല്ലാത്ത ഒരു കാഴ്ച, ഖബറിൻ്റെ ഉള്ളിൽ ഒറ്റക്കൊരു മനുഷ്യനെ ശിക്ഷിക്കപ്പെടുക. അല്ലാഹ്! ഈസാ നബി അവിടുന്ന് പോയി. വല്ലാതെ മനസ്സിലത് കണ്ടത് ഇങ്ങനെ ഓർമ്മ വെച്ച് പോയി. മൂപ്പര് നടന്ന് പോകേണ്ട സ്ഥലത്ത് കൂടെ ഒക്കെ പോയി തിരിച്ചു വരുമ്പോ ആ ഖബറിന്റെ അടുത്തെത്തി. അപ്പൊ പണ്ട് കണ്ട ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ ഒന്ന് ഈസാ നബി അലൈഹി സ്വലാം വീണ്ടും ആ ഖബറിന്റെ അടുത്തെത്തിയിട്ട് ഒന്ന് നോക്കുമ്പോ അത്യത്ഭുതം. എന്താ? ഖബറിൽ കിടക്കണ ആള് ചിരിച്ച് കളിച്ച് നല്ല മട്ടത്തിൽ കിടക്കുക, നല്ലൊരു വിരിപ്പൊക്കെ പറിച്ചിട്ടുള്ള ഉഷാറായിട്ട് കിടക്കുക. അള്ളാഹുവിനോട് കൈ ഉയർത്തി ഈസാ നബി അലൈഹി സ്വലാം, പടച്ചോനെ എന്തൊരു കാഴ്ചയാണിത്! ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കണ്ടതും ഇപ്പൊ കണ്ടതും തമ്മിൽ വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. അപ്പൊ അള്ളാഹു തആല വിളിച്ചു, ഈസാ നബിയെ, ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ മുഅ്മിനാണ്, നല്ല മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൽ ചില തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ തെറ്റ് സംഭവിച്ചെന്ന് തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ ആൾ മരിച്ചുപോയി. ആ മരിച്ച ആൾക്ക് ചെയ്ത തെറ്റിന് കിട്ടുന്ന ശിക്ഷയാണ് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ കണ്ടത് ഈസാ നബിയെ. അപ്പൊ ഈസാ നബി ചോദിച്ചു, പടച്ചോനെ പിന്നെ എങ്ങനെ ഇപ്പൊ മാറ്റം വന്നത്? ഖബറിൽ തൗബുണ്ടോ? ഖബറിൽ തൗബുണ്ടെങ്കിൽ ചങ്ങായാളെ അവിടെ തൗബയും ചൊല്ലി അങ്ങനെ കടന്നാൽ പോരെ, അവിടെ കച്ചവടം ഏർപ്പാടും വിഷയമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈസാ നബി ചോദിച്ചു, പടച്ചോനെ പിന്നെ എങ്ങനെ ഇപ്പൊ മാറ്റം വന്നത്? ആ സമയത്ത് അള്ളാഹു തആല കേൾപ്പിച്ചു കൊടുക്കാണ്, ഓ ഈസാ നബിയെ, ഇയാൾ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഇദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ വിധവയായ പെണ്ണ് പ്രസവിച്ചു നല്ലൊരു ആൺകുഞ്ഞ്. ആ ആൺകുഞ്ഞിനെ ആ ഉമ്മ പോറ്റി വളർത്തി. ആ കുട്ടിക്ക് അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന സമയമെത്തിയപ്പോൾ ആ കുട്ടിയുടെ ഉമ്മ കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു മുഅല്ലിമിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ മുഅല്ലിം ആ കുട്ടിക്ക് ഓതിക്കൊടുക്കുന്നു, ബിസ്മില്ലാഹി. കുട്ടി ഓതുന്നു, ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹ്മാനി അർറഹീമി അർറഹീമി. ഉസ്താദ് ഓതിക്കൊടുക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുട്ടി ഓതുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ആ ചെറിയ മോന് എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ ഈസാ, وإن استحييت من عبدي أن أعذبه في بطن الأرض وولده يذكر اسمي في ظهرها. അല്ലാഹു പറയുകയാണ്, അല്ലാഹു തആല പറയാണ്, ഈ ഖബറിൽ കിടക്കണ മനുഷ്യന്റെ എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ കുട്ടി ഭൂമിന്റെ മുകൾ ഭാഗത്തിരുന്ന് ഓതിക്കൊണ്ടിരിക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണക്കടലായ അല്ലാഹ്,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കരുണാവാരിധിയായ അല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ദയാലുവായ അല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വിട്ടുവീഴ്ച ചെയ്യുന്ന അല്ലാഹ്. ഇതിങ്ങനെ ആ കുട്ടി ഓതിക്കൊണ്ടിരിക്കുക. ഓൻ്റെ വാപ്പാനെ ഞാൻ താഴെ ശിക്ഷിക്കുക. ഇത് രണ്ടും കൂടി എൻ്റെ റഹ്മത്തിനോട് ചേർന്നതല്ല. അതുകൊണ്ട് കുട്ടി ബിസ്മില്ലാഹി ഓതിയതിൻ്റെ പുണ്യം കൊണ്ട് വാപ്പാൻ്റെ ദോഷം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. യാ റബ്ബ്, ഞാൻ എൻ്റെ മുതിർന്ന തലമുറയിലെ വാപ്പാരോടും വല്യപ്പാരോടും ഒക്കെ ഇപ്പം ഞാൻ അധികം ആൾക്കാരോട് എന്താ മക്കളെ വർത്താനെന്ന് ചോദിക്കലില്ല. എന്തുകൊണ്ട്? ചോദിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ കുറ്റം പറയാം. ഇപ്പോഴത്തെ മക്കളെ നിങ്ങൾക്ക് അറിയില്ലേ, ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങൾക്ക് അറിയില്ലേ? എന്താ ഈ മുതിർന്ന തലമുറയ്ക്ക് കുട്ടികളെങ്ങനെ ശപിക്കാൻ തീരുമാനിച്ചത്? ഇത് നമ്മളെ മക്കളല്ലേ, ആരോട് ചോദിച്ചാലും കാണാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്ത കുറ്റല്ല. കുട്ടികളൊക്കെ മൊബൈൽ മേലാണ്, കുട്ടികളൊക്കെ അതാണ് ഇതാണ്, കുട്ടികളൊന്നും പറഞ്ഞാൽ അനുസരിക്കണില്ല. ഇതിനൊക്കെ കുട്ടികളാണോ ഉത്തരവാദി? ആണോ? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് നേര് പറഞ്ഞാൽ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ കളിൻ്റെ ഇനി കോട്ടി കളിച്ചത് നിങ്ങൾ കളിച്ചിരുന്നില്ലേ? ഇല്ലേ? ഇപ്പൊ കോട്ടികളി ഉണ്ടോ? ഇല്ല. രണ്ടാമത്തെ ഒരു കളിൻ്റെ ഇനി പമ്പരം കളിച്ചത് അതിപ്പോൾ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിനി കുട്ടിയും കോലും കളിച്ചത് അതിപ്പോൾ ഉണ്ടോ? നമ്മളെ പെൺകുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് കളിച്ചിനി കൊത്തക്കല്ല് കളിച്ചത് അതിപ്പോൾ ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, അറിയില്ലെങ്കിൽ ഇല്ല. വേറൊന്നിനെ കുട്ടികൾക്കും പെൺകുട്ടികളും ഇങ്ങനെ വള്ളിയിട്ട് ഇങ്ങനെ ചാടിയിട്ട് ഒരു കളി. എന്ത് കളിയന്? ഈ വള്ളിച്ചാട്ടം ആയിക്കോട്ടെ, ആ കളി ഇപ്പം ഉണ്ടോ? ഇല്ല. നമ്മളെ കേരളത്തിൽ 65 ലക്ഷം കിണറും 34 ലക്ഷം കുളം ഉണ്ടായിരുന്നു. അതിലിപ്പോ ഈ പരിസരത്തെങ്ങാനും ആൾക്കാർ നീന്തി കളിച്ച കുളം ഉണ്ടോ? നമ്മളെ ചെറുപ്പത്തിൽ നമുക്ക് നീന്താൻ കുളം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ കുട്ടികൾക്ക് നീന്താൻ കുളം ഉണ്ടോ? ഈ കുട്ടികൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? കുട്ടികൾക്ക് ഒരു കോട്ടുകളിയില്ല, പന്ത് കളിച്ച വെക്കുമ്പോൾ പമ്പരം കളിച്ചാലുമില്ല, ഒരു കളിയില്ല. കുട്ടികളിന്ന് പിന്നെ എന്തെങ്കിലും കളിച്ചാന്നല്ല. നമ്മളിതൊക്കെ തൂർത്ത് ഈ കുളം തൂർത്തതാരാ? കുട്ടികൾ. ഈ കുളമൊക്കെ തൂർത്തതാരേ? കുട്ടികളാ. ഈ കളിയൊക്കെ ഇല്ലാതെ ആക്കിയതാരേ? കുട്ടികളാ. ആണോ? കുട്ടികൾക്കുള്ള എല്ലാ അവസരങ്ങളും പണ്ട് നമ്മളെ വീടൊക്കെ എങ്ങനെയായിരുന്നു? പണ്ട് നമ്മളെ വീടൊക്കെ ഈ വീട്ടിലത്തെ കുട്ടി അങ്ങോട്ട്, ആ വീട്ടിലത്തെ കുട്ടികട്ടെ, കുട്ടികളൊക്കെ നേരം വെളുത്താൽ അല്ലാ കോഴിക്കൾ ഇങ്ങോട്ട് വരും അല്ലേ? അവളെ വീട്ടിൽ വളർത്തുന്ന കോഴിക്കളൊക്കെ ഇങ്ങോട്ട്, ഇവിടുത്തെ കോഴിക്കളൊക്കെ അങ്ങോട്ട് അല്ലേ? അല്ലാഹു റബ്ബി, ഞാനൊക്കെ ചെറുപ്പത്തിൽ മൊയ്തീൻ ഷേഖൊക്കെ എൻ്റെ നാട്ടുകാരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്താ കാരണം? രാവിലെ കോഴിക്കളെ കൂടിന് തുറന്നാലപ്പോൾ കോഴിക്കളൊക്കെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത്. അതിൽ നോക്കുമ്പോൾ ഒരു ചെങ്ങൻകോഴി, ആ ചെങ്ങൻകോയിനെ ഇങ്ങനെ കണ്ടാൽ തന്നെ ഒരു ഉഷാർ. മറ്റ് കോഴിക്കളടിയിൽ ഈ ചെങ്ങൻകോഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണുണ്ടാവും. ഒന്നാം ദർസിൽ മുദരിസ് നടക്കണമാതിരി ഒരു നല്ല ഗമീല നടത്താം. അപ്പം ഈ കോഴി ഏതാന്ന് ചോദിച്ചു. ഇത് മൊയ്തീൻ ഷേഖ് ഞങ്ങളെ കോഴിയാണ്. ഇപ്പം അപ്പുറത്തെ കോഴിക്കളും ഇപ്പുറത്തെ കോഴിക്കളും ആരെങ്കിലും പെരിയിൽ നിന്ന് കോഴി മറ്റേ പെരിക്ക് പോകുന്നുണ്ടോ? കുട്ടികൾ പോകുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ നിർത്തിച്ചു. ഒക്കെ മതിലൊക്കെ കെട്ടി ഭദ്രാക്കി. വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. ഈ കുട്ടികൾ ഇനി എന്ത് ചെയ്യണം? ഈ വളരുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? ഓൽക്കൊന്ന് ഓടിക്കളിക്കണ്ടേ? ഓൽക്കൊന്ന് മണ്ടി കളിക്കണ്ടേ? ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സംഗതികളും ഇല്ലാതെയാക്കിയതാരാ? വാപ്പാരും വല്യപ്പാരും ആണോ? കുട്ടികൾ തന്നെയാണോ? അപ്പൊ പിന്നെ കുട്ടിക്ക് പിന്നെ നമ്മൾ ഏത് വാങ്ങിക്കൊടുത്തു? മൊബൈൽ വാങ്ങിക്കൊടുത്തു. അയിമ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി കളിച്ചട്ടെ എന്നൊക്കെയല്ലാതെ. എന്നിട്ട് കുറ്റം മുഴുവൻ കുട്ടിയൊക്കെ. വാപ്പാരെ ഉമ്മാരെ വല്യപ്പാരെ കുട്ടികളെങ്ങനെ ശപിക്കല്ലേ? മക്കളൊക്കെ നമ്മളെ കുട്ടികളാണ്. അള്ളാഹു മക്കളൊക്കെ നന്നാക്കി തരട്ടെ. മക്കളെ നന്നാക്കാനും മക്കൾക്ക് വേണ്ടതിനും ആവശ്യമായ മാതൃക നിങ്ങൾ നോക്കി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മനസ്സിൽ ഒരു കൃപ ഉണ്ടാവണേ. ആ കൃപ ഉണ്ടാകണ ഏറ്റവും വലിയ മരുന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് 19 ഹർഫ. നരകത്തിന്റെ പാറാവുകാരായ മലക്കുകളുടെ എണ്ണം 19ആണ്. ഈ 19 കൊണ്ട് ആ 19നെ കാത്തോ മുഹമ്മദ് മുസ്തഫ. ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യമാണ് ബിസ്മില്ല ചൊല്ലേണ്ടത്? വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ല അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല. ഇപ്പൊ ചെറിയ തിബിയാൻ, സഹറത്തുൽ ഖുർആൻ, LKG UKG പ്രീ KG ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ കുട്ടികൾക്ക് ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. ആ തിബിയാൻ ക്ലാസ്സിലൊക്കെ എന്താണ്? ആംഗ്യ ഭാഷയിൽ പഠിപ്പിക്കണം ചെറിയ കുട്ടികളെ. അത് പഠിപ്പിക്കുമ്പോൾ തിന്നും നേരം ബിസ്മില്ല, കുടിക്കും നേരം ബിസ്മില്ല, കൊടുക്കും നേരം ബിസ്മില്ല, തുടക്കം നേരം ബിസ്മില്ല, എല്ലാറ്റിനും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഖുർആൻ നമുക്ക് നൽകുന്നത് സമാധാനമാണ്.
ഖുർആൻ നമുക്ക് നൽകുന്നത് സ്നേഹമാണ്, ഖുർആൻ നമുക്ക് നൽകുന്നത് പരോപകാരമാണ്, ഖുർആൻ നമുക്ക് നൽകുന്നത് വാത്സല്യമാണ്. ദയയുടെ, വിട്ടുവീഴ്ചയുടെ ആ മനസ്സ് എവിടെയുണ്ടോ അവിടെയാണ് സമാധാനം ഉണ്ടാകുക, അവിടെയാണ് സമാധാനം ഉണ്ടാകുക. അല്ലാഹു തആല നമ്മളെ കയ്യിൽ ഖുർആൻ തന്നത് അടിപിടി കൂടാനല്ല, കുഴപ്പത്തിനും കലഹത്തിനുമല്ല, വിദ്വേഷത്തിനും വക്കാണത്തിനുമല്ല. എത്ര കണ്ട് ഖുർആൻ നമ്മുടെയൊക്കെ വീടുകളിൽ നേരത്തെ എത്രയാണ് ഖുർആൻ ഓത്തുണ്ടായിരുന്നത്. ആ ഖുർആൻ ഓതിയിരുന്ന അവസ്ഥ നമ്മുടെ അടുക്കളയിൽ. എന്തുകൊണ്ട്? ഖുർആൻ ഓത്താണ്ട് ആരംഭിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാച് മാറി നിന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മലക്കുകൾ ഇങ്ങോട്ട് വന്നു. വരൂലേ? രണ്ട് ശേഷി ചെയ്താന്മാരുണ്ട് ഖുർആൻ ഓത്ത് കേട്ടാ പോണത്. ഖുർആൻ ഓത്ത് കേട്ടിട്ട് ചെയ്ത്താൻ പോണത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിങ്ങൾ കണ്ടുകണം? എന്നാ ഞാൻ കാണിച്ചു തരാം. ഞാനിന്നാളൊരു മരിച്ച വരിയിൽ പോയി. മയ്യത്തെടുക്കാനായപ്പോൾ അവിടെ ധാരാളം ആൾക്കാരുണ്ട്, ഒരു 10-500 ആളുണ്ട്. അപ്പം മയ്യത്തിന് കൊണ്ടുവന്ന് വെച്ചോടുമ്പോൾ ഉസ്താദെ മയ്യത്തിന് കൊണ്ടുവന്ന് വെച്ചോടുമ്പോൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും കൂടി അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ. അപ്പോൾ ഈ കസാലിയിൽ നിന്ന് ഒരാൾ നീച്ചു പോയി. മറ്റേ കസാലിൽ ഒരു 5-8 ചെയ്ത്താന്മാർ പോണത് ഞാൻ കണ്ടതാണ്. ഖുർആൻ ഓതിനോടത്ത് ആരും നിൽക്കൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോഴേക്ക് ആര് വന്നു? മോമിനിങ്ങളൊക്കെ വന്നു, മലക്കുകൾ. നമ്മളൊക്കെ വീടുകളിൽ പ്രിയപ്പെട്ടവരെ, പകലിന്റെ തുടക്കം സുബഹിക്ക് ശേഷം, രാത്രിയുടെ തുടക്കം മഗ്‌രിബിക്ക് ശേഷം, നമ്മൾ ഏത് വീട്ടിൽ മുഅ്മിനീങ്ങൾ താമസിക്കുന്നുവോ പകലിന്റെയും രാത്രിയുടെയും തുടക്കത്തിൽ ഒരല്പമെങ്കിലും ഖുർആൻ ഓതുന്ന വീടായി നമ്മുടെ വീട്ടിനെ നമ്മൾ പരിവർത്തിപ്പിച്ചേ മതിയാകൂ. വീട്ടിൽ നേരത്തെ വല്യമ്മ ഖുർആൻ ഓതി, വീട്ടിൽ നേരത്തെ വല്യപ്പ ഖുർആൻ ഓതി. അല്ലാഹു റബ്ബി, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് അസ്മാ ബീബി റളിയല്ലാഹു അൻഹ. അസ്മാ ബീബി റളിയല്ലാഹു അൻഹ സിദ്ദീഖ് തങ്ങളെ മോളാണ്. അസ്മാ ബീബി ചരിത്രമുള്ള പെണ്ണാണ്. ഖുർആൻ അല്ലാഹുവിന്റെ റസൂല് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പെങ്ങളാണ്. അല്ലാഹു റബ്ബി, എത്ര വലിയ ചരിത്രമാണ് അസ്മാ ബീവിക്ക്. ആ അസ്മാ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വയസ്സ് 90ആയി. ആരോഗ്യത്തിന് ഒരു കമ്മിയില്ല. വയസ്സ് 90ആയി. കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ല. വയസ്സ് 90ആയി. ഒരു പല്ല് കൊഴിഞ്ഞു പോയിട്ടില്ല. എന്തേ? ഖുർആൻ ഓതുന്ന ഉമ്മയാണ് അസ്മാ ബീബി റളിയല്ലാഹു അൻഹ. രാപ്പകലില്ലാതെ ഖുർആൻ ഓതുന്ന ഉമ്മയാണ്. ഖുർആൻ ഓതുന്നവരെ മനസ്സിൽ സ്നേഹമുണ്ടാകും. ഒരു ഭാര്യയും ഭർത്താവും ആ വിവാഹത്തിന്റെ അന്നത്തെ മധുവിധു ആഘോഷിക്കുന്ന ആദ്യ രാത്രിയിൽ അവർ തമ്മിലുള്ള സ്നേഹം എത്രയാണോ അത് 60 അല്ല 90 വയസ്സായാലും അത് നിലനിൽക്കണം. സ്നേഹത്തിന് വയസ്സാവോ? ഇങ്ങക്ക് വയസ്സായിട്ടുണ്ടോ? നിങ്ങൾക്ക് 60ആയി, പെണ്ണുങ്ങൾക്ക് 55ആയി അല്ലേ? സ്നേഹത്തിന് വയസ്സെത്രയായി? സ്നേഹത്തിന് വയസ്സായിക്കണം. സ്നേഹത്തിന് പല്ല് കൊഴിഞ്ഞിക്കണം. സ്നേഹത്തിന് കണ്ണാണാതെ വെക്കണം. സ്നേഹത്തിന് ചെവി കേൾക്കാതെ വെക്കണം. മുത്ത് നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾക്ക് 63 ഇങ്ങനെ പൂർത്തിയായി വരികയാണ്. ആയിഷ ബീവിക്ക് അന്ന് എത്രയാണ്? 18 പൂർത്തിയായി വരികയാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഗ്ലാസ് പാല് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പാല് പകുതി കുടിച്ചിട്ട് റസൂലുള്ളാഹിക്ക് കൊടുത്തു. അപ്പൊ റസൂലുള്ള എന്ത് ചെയ്തു? ആ കുടിച്ച ഗ്ലാസ് ഇങ്ങനെ വാങ്ങിയിട്ട് അതിങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് റസൂലുള്ള കുടിച്ചു. എന്തിന്? ആയിഷ ബീബി ചുണ്ട് വെച്ച സ്ഥലത്ത് വെച്ചിങ്ങാണ്ട് കുടിക്കാൻ. മനസ്സിലായോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം അതിന് വയസ്സില്ല, അതിന് പ്രായമല്ല, അതിന് രോഗമല്ല, അത് സ്നേഹമാണ്. സ്നേഹം എന്നും യുവത്വമാണ്. ആ കൃപ ഭാര്യ ഭർത്താക്കൾക്കിടയിലുണ്ടോ അത് കുട്ടികൾ കാണുകയാണ്. ഉമ്മയും ബാപ്പിയും നല്ല സന്തോഷത്തില്, ഉമ്മയും ബാപ്പിയും ഇപ്പൊ ചിരിച്ച് കളിച്ച് റാഹത്തില്. അപ്പൊ ഇത് കാണുകയാണാര്? നമ്മളെ ചെറിയ പെൺകുട്ടികൾ. ഇത് കാണുകയാണാര്? നമ്മളെ ചെറിയ ആൺകുട്ടികൾ. അപ്പൊ കുട്ടികൾ പഠിക്കണത് സ്നേഹമാണ്, കുട്ടികൾ പഠിക്കണത് വാത്സല്യാണ്, കുട്ടികൾ പഠിക്കണത് അല്ലാഹ്. അതേ സമയത്ത് ഭാര്യയും ഭർത്താവും ചില കാരണങ്ങളാൽ തെറ്റി നിൽക്കാൻ, അങ്ങോട്ടും മുണ്ടൂല്ല മുണ്ടാതെ കുഞ്ഞു. ഇപ്പൊ ഏറ്റവും ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഏറ്റവും പുതിയൊരു പഠന റിപ്പോർട്ട് മിനിഞ്ഞാന്തത്തെ വീക്കിലിയിൽ വന്നു. എന്താണത്? ഒരു ഭാര്യയും ഭർത്താവും
ഒരു പ്രാവശ്യം ഒന്ന് വഴക്കിട്ടിട്ട് കുറച്ചു നേരം തെറ്റി നിന്നാൽ 15 സിഗരറ്റ് ഒപ്പം വലിച്ചാൽ ഹാർട്ടിന് എത്ര കേട് വരുമോ അത്ര കേട് ഹൃദയത്തിന് വരും. നമ്മൾ ആലോചിക്കണം. ഭാര്യ ഭർത്താവ് എന്താ ഒന്ന് പിണങ്ങി, ആ പിണക്കം 15 സിഗരറ്റ് ഒരുമിച്ച് വലിച്ചാൽ നിന്റെ ഹാർട്ടിന് എത്ര കേട് വരുമോ അത്ര കേട് ആ പിണക്കത്തിനുണ്ട്. അതാണ് പുതിയ പഠനം. പിണക്കമല്ല വേണ്ടത്, ഇണക്കമാണ്. നമുക്ക് അല്ലാഹു തആല തരുന്ന മക്കള്, ആ മക്കളെ മുമ്പിൽ നമ്മുടെ ഭാര്യ സന്തോഷത്തിൽ ആരോഗ്യത്തിൽ നിൽക്കണം, നമ്മള് നല്ല ഐശ്വര്യത്തിൽ നിൽക്കണം. അപ്പൊ ഉമ്മയും വാപ്പിയും, കുട്ടികൾക്ക് ഉമ്മയും വാപ്പിയും, ഞമ്മക്ക് ഭാര്യയും ഭർത്താവും ഇല്ലേ, നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? സന്തോഷം, സ്നേഹം. അതാണ് അള്ളാഹുവിന്റെ ഖുർആൻ ബിൽ മവദ്ദത്തി വറഹ്മ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വയസ്സ് 63 എത്തിയപ്പോഴും നബി തങ്ങൾ ഉമ്മു സലമ ബീവിയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദാ ബീവിയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ ബീവിയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. നബി തങ്ങളെ നാവുകൊണ്ട് ഒരാളെ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ കൊണ്ട് ഒരാളെ അടിച്ചിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കൃപ, ആ ഒരു വല്ലാത്തൊരു എന്താ പറയാ, ഒരു വല്ലാത്തൊരു വാത്സല്യം, അത് നമ്മളും അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യത്തിലുണ്ടോ, നമ്മളും സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഉണ്ടാവണം. നമ്മളെ ഉമ്മാക്ക് നമ്മൾ കൊടുക്കേണ്ട. ഇന്നത്തെ പത്രം വന്നപ്പോ ഫസ്റ്റ് തന്നെ ഒരു വലിയ വാർത്ത. എന്താ വാർത്ത? അല്ലാഹു റബ്ബി, കുടുംബ കോടതിയിൽ നിന്ന് ഉമ്മാക്ക് ചെലവിന് കൊടുക്കാത്തതിന്റെ പേരിൽ, കുടുംബ കോടതി മകന്റെ പേരിൽ വിധിച്ചു. എന്ത് ചെയ്യണം? 2000 രൂപ ഉമ്മാക്ക് കൊടുക്കണം. 2000 രൂപ ഉമ്മാക്ക് കൊടുക്കണം. ആ കേസ് വിധിക്കണ സമയത്ത് ഉമ്മാന്റെ വയസ്സത്തിനാണ് 92. മാതാവിന്റെ വയസ്സത്തിനാണ് 92. ഇപ്പൊ മകൻ അത് പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് കേസ് കൂടിയിട്ട് കുടുംബ കോടതിയിൽ നിന്ന് എവിടെത്തി? ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി ജഡ്ജി ഇന്ന് വിധി പറയുമ്പോൾ പറഞ്ഞു, ഇങ്ങനത്തെ വാദം കേൾക്കേണ്ടതും വിധി പറയേണ്ടതും ദുര്യോഗം എന്റെ ജീവിതത്തിൽ ഉണ്ടായിപ്പോയല്ലോ എന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു മകൻ ഉമ്മാക്കെതിരെ കേസ് കൊടുത്തിട്ട് ഹൈക്കോടതിയിൽ എത്തിച്ചിട്ട് ഉമ്മ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മകൻ ഇപ്പുറത്ത് വെച്ചിട്ട് വക്കീലിന് വെച്ചിട്ട് വാദിക്കേണ്ട ഒരു സ്ഥലത്തേക്ക് മക്കൾ എത്തിപ്പോയോ? കുടുംബ കോടതി 2000 വിധിച്ചപ്പോഴേ ഇന്ന് 92 തുടങ്ങിയാத കേസ് ഇപ്പൊ ആ അമ്മക്ക് വയസ്സെത്തിനാന്നല്ലോ, 100 വയസ്സാണ്. 100 വയസ്സായ അമ്മക്ക് 2000 ഉറുപ്പിക കൊടുക്കാൻ കോടതി വിധിച്ചിട്ട് അത് കൊടുക്കാത്തതിന്റെ കേസ് നമ്മുടെ ഇന്ത്യൻ കോർട്ടിൽ 8 കൊല്ലം നടന്നിപ്പോ ആ കേസ്. എവിടെയാണ് സ്നേഹം പോയത്? എവിടെയാണ് മമത പോയത്? എവിടെയാണ് വാത്സല്യം പോയത്? ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇതിന് പരിഹാരം ആരിൽ നിന്നുണ്ടാവണം? നമ്മളിൽ നിന്നുണ്ടാവണം. സഹധർമ്മിണിയാണ് ഭാര്യ, ഭർത്താവ് എന്നുള്ളതല്ല, സഹധർമ്മിണിയാണ് കുട്ടികളുടെ ഉമ്മ. നമുക്ക് 4 കുട്ടികൾ, 2 ആൺകുട്ടിയും 2 പെൺകുട്ടിയും. നമുക്ക് 4 കുട്ടികൾ, 4 ആൺകുട്ടികൾ. നമുക്ക് 4 കുട്ടികൾ, 4 പെൺകുട്ടികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ തരും. ആ മക്കൾ ഇല്ലാത്ത ആളുകളോടൊന്ന് ചോദിച്ചു നോക്കണം എങ്ങനെയുണ്ട്. ഈ മക്കൾക്ക് മുമ്പിൽ ഉമ്മയും ഉപ്പയും മാതാവും പിതാവാകുക എന്നുള്ളതൊരു യോഗ്യതയല്ല, അതെല്ലാ ജീവികളിലും ഉണ്ട്. പിന്നെ എന്ത് വേണം? രക്ഷിതാക്കളാവുക, കുട്ടികൾക്ക് മുമ്പിൽ മാതൃക. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, ആ ഒരു വല്ലാത്ത സ്നേഹത്തിൽ മാതാപിതാക്കൾക്ക് മക്കളെ പോറ്റാൻ കഴിയണം. മക്കളും മാതാപിതാക്കളും ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പയും എത്ര സ്നേഹത്തിലും സന്തോഷത്തിലും പുഞ്ചിരിച്ചും അതിങ്ങനെ കുട്ടികൾ കാണുമ്പോൾ അതാണ് മക്കളിലേക്ക് പകരുക. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇനി എന്തെങ്കിലും കാരണത്താൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പിണക്കം വന്നാൽ അത് കുട്ടികളെ അറിയിക്കാൻ പാടില്ല. കുടുംബജീവിതത്തിന്റെ സമാധാനം, കുടുംബജീവിതത്തിന്റെ സന്തോഷം, ഐശ്വര്യം
നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യണം, മക്കളെ അല്ലേ, രാവിലെ മോളെ കയ്യും പിടിച്ചിട്ട് ഇപ്പം ഇങ്ങനെ കുറച്ചു നേരം സിറ്റ് ഔട്ടിൽ കൂടെ ഇങ്ങനെ നടത്തി, മോന്റെ കയ്യും പിടിച്ചിട്ട് ഉപ്പ കുട്ടനെന്താക്കി പള്ളിയിൽ കൊണ്ടുപോയി. ഇതൊക്കെ ചെറിയ പ്രായത്തിൽ കയ്യും പിടിച്ചിട്ട് ഇങ്ങനെ നടന്നത് കുട്ടികളെ മനസ്സിൽ എന്നും ഓർമ്മ ഉണ്ടാകും. വാപ്പാക്ക് സുഖമില്ലാതെയായി, വാപ്പാന്റെ കൈ പിടിച്ചിട്ട് മകൻ നടക്കേണ്ടി വരുന്ന ഘട്ടം വരുമ്പോൾ അന്ന് മകന്റെ മനസ്സിൽ ഓർമ്മ വരും, അന്ന് ഞാൻ കുട്ടിയായിട്ട് നടക്കാൻ വയ്യാത്തപ്പോ വാപ്പാന്റെ കയ്യും പിടിച്ചാണ് ഞാൻ നടന്നത്, ഉമ്മാന്റെ കയ്യും പിടിച്ചാണ് നടന്നത്. ഇന്ന് ആ തിരിച്ച് ഞാൻ പിടിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. ഈ ഒരവസ്ഥ നമ്മുടെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും സമാധാനം വേണ്ടേ? അതുണ്ടാകണമെങ്കിൽ എന്തു വേണം? താമസിക്കുന്ന വീട്ടിൽ ഖുർആൻ ഓതണം. രാവിലെ സുബഹി നിസ്കരിച്ചിട്ടൊരൽപ്പം, മഗ്‌രിബ് നിസ്കരിച്ചിട്ടൊരൽപ്പം ഖുർആൻ ഓതുന്ന പതിവ് ഓരോരുത്തരുടെ കഴിവിനും ഓരോരുത്തരുടെ ടൈമിനനുസരിച്ച് ഓതിയാൽ മതി. കുറേ ഓതണമെന്നൊന്നും നിർബന്ധമല്ല. ഒരു പേജേ ഓതാൻ പറ്റുള്ളൂ, മാന്യമായിട്ട് ഓതാം. ദിവസവും നമ്മുടെ വീടൊരു ഖുർആൻ നീ ഓതണം. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. ഇപ്പൊ ഏതെന്നാളെ ഒരു കുട്ടി പള്ളിക്കൊക്കെ വന്നു കാണും, മുസാബെടുത്ത് കാണും, ഇങ്ങനെ മറിച്ച് തന്നെയാണ്. അപ്പൊ 3-4 കാരണന്മാരിങ്ങനെ നോക്കിക്കുണ്ട്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ മറിച്ചാ പിന്നെയും മറിച്ചാ. അപ്പൊ ഒരു കാരനോട് ചോദിച്ചു, എന്താ കുട്ടിയെ നോക്കണോ ചോദിച്ചു. ഇപ്പത്തെ മുസാബിൽ ഖുൽ ഹുവല്ലാഹു ഒന്നും ഇല്ലേന്ന് ചോദിച്ചു. അപ്പൊ അത്രയും കാലമായിക്കാണ് ഇത് തൊട്ട് നോക്കിയിട്ട്. നമ്മളെ വീട് റഹ്മത്തിന്റെ മലക്കുകൾ വരണം, ഹഫളത്തിന്റെ മലക്കുകൾ വരണം, കിറാമൻ കാത്തിബികളായ മലക്കുകൾ വരണം, മുഅക്കിലീങ്ങളായ മലക്കുകൾ വരണം, മലായിക്കത്തിന്റെ ബറ്റാലിയൻ വീട് ദിവസം ഒന്ന് കയറി ഇറങ്ങണം. അപ്പൊ തന്നെ മുസീബത്ത് ഒഴിവാകും. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇത് ചെറിയ വിഷയമല്ല. മാതാപിതാക്കളിൽ നിന്നുള്ള നല്ല ഖുർആൻ പാരായണം. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉള്ളാളത്തെ തങ്ങൾ പാപ്പുണ്ടായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഖത്തം തീർക്കും. ഈ വെള്ളിയാഴ്ച ഒരു ഖത്തം തീർത്താൽ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേന് രണ്ടാമത്തെ ഖത്തം. ഓരോ വെള്ളിയാഴ്ചയും ജുമാക്ക് വന്നിരുന്നാൽ ഖത്തം ദ്വാരക്കും. ജുമാ കഴിഞ്ഞ് ഖത്തം തുടങ്ങി പിറ്റേത്തെ വെള്ളിയാഴ്ചക്ക് രണ്ടാമത്തെ ഖത്തം. അത് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ 15-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കി. 15-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കി. ആ ഖുർആൻ ഖത്തം തീർക്കണ ഉപ്പാപ്പ വഫാത്താകണത് എപ്പോഴാണ്? സുബ്ഹാനല്ലാഹ്, ഖമരിയ വർഷപ്രകാരം വയസ്സ് 90ആയി. 15-ന്ന് 90-ലേക്ക് എത്ര കൊല്ലുണ്ട്? അപ്പൊ ഉപ്പാപ്പ മരിക്കുമ്പോ ഖബറിലേക്ക് എത്ര ഖുർആനുമായിട്ടാ പോയത്? എല്ലാ റമളാനിലും താജുൽ ഉലമ ഉപ്പാപ്പാക്ക് ഒരു പതിവുണ്ട്. എന്താ പതിവ്? റമളാനിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കും. എല്ലാ റമളാനിലും 15 ഖത്തം. ഒരു കൊല്ലത്തെ റമളാനിൽ 2 ഖത്തം കുറഞ്ഞു, 13ആയി. 29 മാസം കാണും ചെയ്തു. രാത്രി മുഴുവനും ഉപ്പാപ്പ കരഞ്ഞു, എന്റെ ഖുർആൻ ഖത്തം തീർന്നിട്ടില്ലല്ലോ, ഞാൻ 15 ഖത്തം റമളാനിൽ തീർക്കണതല്ലേ, അതിപ്പോ 13 ആയിട്ടുള്ളൂ. നേരം വെളുക്കോളം കരഞ്ഞു ഉപ്പാപ്പ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഖുർആനാണ് നമ്മുടെ. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഗർഭിണികളോടൊക്കെ പറയണം, സഹോദരിമാർ ശ്രദ്ധിക്കണം, ഗർഭകാലത്ത് നല്ലോണം ഖുർആൻ ഓതണം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടി ശരീരത്തിന്റെ പാർട്സുകളൊക്കെ അല്ലാഹു തആല ഇങ്ങനെ രൂപപ്പെടുത്തി വരുമ്പോ ഏറ്റവും ആദ്യം പ്രവർത്തനം തുടങ്ങുക ഏതാണെന്നറിയോ? കേൾവിയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ തന്നെ ഏത് തുടങ്ങും? കേൾവി തുടങ്ങും. ഭൂമിക്ക് വന്നാൽ ആദ്യം ഏത് തുടങ്ങും? കേൾവി തുടങ്ങും. മനസ്സിലായോ? അതാണ് മരിക്കുമ്പോ അവസാനം മരിക്കുന്നത് കേൾവിയാണ്. എത്ര ഓർമ്മയില്ലാതെ കടന്നാലും ഏതുണ്ട്? കേൾവിയുണ്ട്. മറുപടി പറയാൻ പറ്റണില്ല എന്നേ ഉള്ളൂ. അതാ ഓർമ്മയില്ലാതെ കിടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വിളിച്ചാന്താക്കും, കാരണം ഇങ്ങനെ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് ഖുർആൻ തഫ്സീറുകളൊക്കെ അത് പറയുന്നു. പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞ ഖുർആനൊക്കെ ആദ്യം പറഞ്ഞത് കേൾവിയാണ്. ഇന്ന സമഅ വൽ ബസറ, ആദ്യം തുടങ്ങുന്നത് കേൾവിയാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് ഗർഭിണിയായ ഉമ്മ ആയത്തുൽ കുർസി ഓതട്ടെ, ഗർഭിണിയായ ഉമ്മ ദിവസം ഖുർആൻ ഓതട്ടെ. ആ ഖുർആൻ ഇങ്ങനെ കേട്ടിട്ട് കുട്ടി കേട്ടുകൊണ്ടിരിക്കും. ഭൂമിയിൽ വന്നിട്ട് ഓതാൻ തുടങ്ങുമ്പോൾ അല്ലാഹ്, കുട്ടിയത് കിടകൾ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുക്കണമെന്നല്ലേ, കേൾവി ആദ്യം തുടങ്ങും. മരിക്കാൻ കിടക്കുന്ന ആളെത്തും ഏതു വേണം? ഖുർആൻ ഓതണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗർഭാശയത്തിലും ഭൂമിയിലും ഖബറിലും എല്ലാം ഉള്ള വെളിച്ചം നമുക്ക് ഖുർആനാണ്.
അതുകൊണ്ട് മുതിർന്ന തലമുറയിലെ ഉമ്മമാർ ഉപ്പമാരെ ഖുർആൻ കൊണ്ടുള്ള നമ്മുടെ ജീവിതം എത്ര സമ്പൂർണ്ണമാണോ അതനുസരിച്ച് നമ്മുടെ വീട് നന്നാകും, മക്കൾ നന്നാകും. നമ്മൾ ഖുർആനിൽ നിന്ന് അകലുകയാണ്. അഷ്റഫുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓത്ത് കേട്ടിട്ട് എത്ര ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു? ഇപ്പോഴും എത്രയാണ് ഖുർആൻ പഠിച്ചിട്ട്? അമേരിക്കൻ രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിലേക്ക് വരുന്നവര് നമ്മളെ ഇവിടുത്തെ മാതിരിയല്ല, പെണ്ണെട്ടാൻ വേണ്ടി വരില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലക്ക് വരില്ല. അവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു വരികയാണ്. എത്ര ആളുകൾ! അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, നമ്മുടെ കൊച്ചു മക്കൾ, നമ്മുടെ കേരളത്തിൽ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഷേഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലും സമസ്ത 100-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ജിഫിരി തങ്ങളുടെ നേതൃത്വത്തിലും ആഘോഷിക്കുകയാണ്. അള്ളാഹു ഖൈറ് തരട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പൊ രണ്ടുപേര് കുഴപ്പമാണ്? എന്ത് കുഴപ്പം? രണ്ടും ഖൈറായി എന്നല്ലാതെ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് എന്തായി? മുമ്പ് 10,000 മദ്രസ ഉള്ളേനി, ഇപ്പൊ എത്രയായി? 22,000 ആയി. മുമ്പ് 10 കോളേജ് ഉള്ളേനി, ഇപ്പൊ 20 കോളേജായി. അള്ളാഹു തആല ഓരോ കാലത്ത് നിശ്ചയിച്ചിരിക്കുന്ന റഹ്മത്ത് ഉണ്ടാവും. പിന്നെ അതിൽ അടിയും പിടിയൊക്കെ ഉണ്ടാക്കിയത് നമ്മളെ വക ഉണ്ടാക്കിയതാണ് അല്ലേ? 2 ടീം ഉണ്ടാകണ്ടേ? ചങ്ങായാളെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചാണെങ്കിൽ 2 ടീം വേണോ വേണ്ടേ? EK ഒരു ടീം, AP മറ്റേ ടീം. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ കണ്ടാൽ മതി. അടിയും പിടിയൊന്നും ഉണ്ടാക്കണ്ട. 2 ടീമില്ല ഞാൻ പിന്നെ ഇത് ജയിച്ചു തോൽക്കോ? ഏറ്റവും രസം കിട്ടുന്നത് 2 ടീമുള്ളത് കൊണ്ടല്ലേ. അപ്പൊ 2 ടീമിനെയും കൂടിയാണ് ഒന്നാക്കി. ഇനിയിപ്പോ എന്താ പറയുക, 14 ബന്ധുവാക്കി. നല്ല മനസ്സിലാക്കി. നമ്മൾ അവിടെ ഒന്നും അല്ലേ നമ്മൾ. EK ഉസ്താദ് വലിയ മഹാൻ, അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. AP ഉസ്താദ് വലിയ മഹാൻ, അള്ളാഹു ദർജ ഏറ്റി കൊടുക്കട്ടെ. നമ്മൾ ഓരോന്നും കുറ്റവും ആക്കും പിന്നെ കുറവും നോക്കിങ്ങാണ്ട് നടക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഓരോന്നും കുറ്റവും കുറവല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മളിപ്പോൾ നമ്മളെ മക്കള്, നമ്മളെ ദീന്, അല്ലാഹു റബ്ബി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന ഔലിയാക്കളെ പാത, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന അമ്പിയാക്കളുടെ പാത, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താകുന്ന നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചെന്ന പാത, അതിന് നമ്മൾ ഉറച്ചു നിൽക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ഒരു കല്യാണ പന്തലില് വലിയ കല്യാണമാണ്. നിക്കാഹിന് നോക്കുമ്പോൾ പുതിയാപ്പളിന് വന്നിരിക്കണില്ല. പുതിയാപ്പളിന് വന്നിരിക്കണില്ല. അപ്പൊ നോക്കുമ്പോൾ ഓർക്കൊരു കുസുകുസു അവിടെ. അപ്പൊ എന്താ? പുതിയാപ്പളെ കുട്ടിക്ക് പുതിയ നിക്കാഹ് വേണം. പുതിയ നിക്കാഹ്. അപ്പൊ അവിടുത്തെ ഖത്തീബ് സംസാരിക്കാൻ പോയി. അപ്പം ഓന് ഖത്തീബിന്റെ നിക്കാഹ്, ഖത്തീബ് എന്ന് പറഞ്ഞാൽ ആരാ? ഉമ്മന്റെ ഉമ്മാനെ ബാപ്പാനെ കൊണ്ട് നിക്കാഹ് ചെയ്ത് കൊടുത്ത ആളാണ്. അപ്പൊ ആ നിക്കാഹ് പറ്റുമോ വെച്ചപ്പോ അതും അവന് വേണ്ട. അപ്പൊ പിന്നെ അവിടുത്തെ മേക്കാതിന്റെ വയസ്സായ മൂപ്പര് വിളിച്ചു. വല്യമ്മാനെ വല്യപ്പാക്കെ നിക്കാഹ് ചെയ്ത് കൊടുത്ത ആളാണ് അവിടുത്തെ മേക്കാതി. അയാൾ ആ നിക്കാഹ് എനിക്ക് വേണ്ട, ഓനിക്ക് ഇനി ഏത് വേണം? പുതിയ നിക്കാഹ് വേണം. അപ്പൊ കല്യാണപ്പന്തലിൽ നിന്ന് മറ്റൊരു പറഞ്ഞു, പിന്നെ വല്യമ്മാനെ വല്യപ്പാക്കെ നിക്കാഹ് ചെയ്ത് കൊടുത്തതും ശരിയായിട്ടില്ല, ഉമ്മാനെ ബാപ്പ നിക്കാഹ് ചെയ്ത് കൊടുത്തതും ശരിയായിട്ടില്ലെങ്കിൽ ഇന്റെ വളപ്പിന്ന് പുറത്തു പോയിക്കോ, ആ നിക്കാഹ് ഇവിടെ നടക്കുള്ളൂ പറഞ്ഞു കൊണ്ടെന്റെ വാപ്പ. അങ്ങനത്തെ വാപ്പാരുമാണ്. അപ്പോഴേ നടക്കുള്ളൂ. പുതിയ ഓരോരോ വാദഗതികൾ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബിദ്അത്തിന്റെ വാദങ്ങൾ ഒരു ഭാഗത്ത്, അല്ലാഹ് ഇല്ല എന്ന് പറയുന്നത് മറ്റൊരു ഭാഗത്ത്, ധാരാളം മയക്കുമരുന്ന് കേസുകൾ മറ്റൊരു ഭാഗത്ത്. ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ നമ്മുടേതാണ്. മക്കളെ അല്ലാഹു തആല നൽകിയത് നല്ല പരിശുദ്ധമായ രൂപത്തിലാണ് മക്കളെ നൽകിയത്. മക്കളെ കൊണ്ട് അല്ലാഹു തആല നമുക്ക് ഖൈറും ബറക്കത്തും ഏറ്റി തരട്ടെ. മക്കൾ നമ്മുടെ നിധിയാണ്. മക്കൾ നമ്മുടെ നിധിയാണ്. ഒരു കാര്യം എൻ്റെ മാതാപിതാക്കൾ ഓർക്കണം, നാളെ ആഖിറത്തിൽ വരുമ്പോ അവിടെയുണ്ട് ചില തമാശകളൊക്കെ. ആഖിറത്തിലും എന്തുണ്ട്? ചില തമാശയും കളിയൊക്കെ അവിടെയും നടക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ വിചാരിച്ച വെറും ഗൗരവം മാത്രമാണ്. അതിപ്പോ ഗൗരവമുള്ളവർക്ക് ഉണ്ടാകും. നമുക്ക് അവിടെയും ചിരിച്ചു കളിച്ച് പോകാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. എന്താ സംഗതി? മഹ്ശറ മുറ്റത്ത് ചെന്ന് നോക്കുമ്പോ ഒരു ഉമ്മാക്കും ബാപ്പാക്കും അള്ളാഹു തആല പ്രതിഫലം കൊടുത്തത് കണ്ടപ്പോ ഒരു വലിയ കൂമ്പാരം ഒന്നായിട്ട്. അപ്പൊ ആ ഉമ്മ ചോദിക്കാണ്, ബാപ്പ ചോദിക്കാണ്, പടച്ചോനെ ഇത് എനിക്ക് തന്നെയാണോ?
കാരണം ഇത്രയൊന്നും കിട്ടാൻ മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഘട്ടങ്ങളോട് 10,000 റുപ്യയ്ക്ക് നമ്മളൊരാളെ ശമ്പളത്തിന് നിശ്ചയിച്ച് മുതലാളി ശമ്പളം കൊടുക്കുന്ന സമയത്ത് 1 ലക്ഷത്തിൻ്റെ കെട്ടാ കൊടുത്തത്. ഓന് ബേജാറുണ്ടാവില്ല? ഇങ്ങക്ക് തോന്നും അത് വാങ്ങി വേഗം പോകാൻ. അത് ആർക്ക് കിട്ടിയാലും ബേജാറുണ്ടാവും അല്ലേ? കുറച്ചവൻ ഇത് പേച്ചോ എന്തായി റബ്ബേ, ആകെ 10,000 പറഞ്ഞിട്ടുള്ളൂ, കിട്ടി നോക്കുമ്പോൾ എത്ര ഉണ്ട്? 45,000 റുപ്യ തരാനുള്ള ഒരാൾ പൈസ കൊടുത്തയച്ചു. 45,000 റുപ്യ കൊടുക്കണ്ട്. 45,000 റുപ്യ കൊടുക്കാൻ അടുത്ത് കൊടുത്തയച്ചത് എത്ര? 4,50,000. അപ്പോൾ അയാൾ 50,000-ൻ്റെ കെട്ടൊക്കെ ഏതായിട്ടാണ് എണ്ണിയത്? 5,000-ൻ്റെ കെട്ടായിട്ടാണ് എണ്ണിയത്. കുറച്ചോനെ കിട്ടണൊക്കെ ബേജാറുണ്ടാവുമല്ലേ? അപ്പൊ ചെയ്തിന്റെ കൂലിയല്ലേ പ്രതീക്ഷിക്കാം. കാശറാമുറ്റത്ത് ഒരു മാതാപിതാക്കൾക്ക് പ്രതിഫലാണ് കൊടുത്തപ്പോൾ പോലെ അള്ളഹാനോട് ചോദിക്കാണ്, പടച്ചോനെ ഇതൊക്കെ ഞങ്ങൾക്കാണോ? അതെ. അപ്പൊ ആ മാതാപിതാക്കൾ ചോദിക്കണ്ട്, പടച്ചോനെ ഇത്ര തോനെ കിട്ടാൻ മാത്രം, ഇത്ര അധികം പ്രതിഫലം കിട്ടാൻ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അള്ളാഹു തആല പറയുന്നൊരു മറുപടി ഉണ്ട്, നിങ്ങളെ മരണശേഷം നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. നിങ്ങളെ മരണശേഷം നിങ്ങളെ മക്കൾ, നിങ്ങളെ ആൺമക്കളും പെൺമക്കളും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു. ആ ദുആ എത്ര കാലമായി തുടരുന്നു, അതിൻ്റെ പ്രതിഫലമാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് അല്ലാഹു തആല പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താനുള്ള സമ്പാദ്യമാണ് മക്കൾ. മക്കളെ ശപിക്കല്ലേ, മക്കളെ കുറ്റപ്പെടുത്തല്ലേ, മക്കളെ ആക്ഷേപിക്കല്ലേ. മക്കളെ കാര്യത്തിൽ ദുആ ചെയ്യുക, മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുക. മോനെ മോളെ എന്ന് വിളിച്ചിട്ട് കുട്ടികളോട് നല്ല രൂപത്തിൽ കാര്യങ്ങൾ ഉണർത്തുക. അതാണ് വേണ്ടത്. യാ റബ്ബ്, നമ്മളെ മക്കളെ കൊണ്ട് നമുക്ക് ഗുണം കിട്ടണ്ടേ? ആൺകുട്ടികളും പെൺകുട്ടികളും അല്ലാഹു തആല നിശ്ചയിച്ചതാണ്. അല്ലാഹു തആല നമ്മൾ ഇഷ്ടപ്പെട്ട ആൺമക്കളെയും പെൺമക്കളെയും ഒക്കെ തന്ന് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഇനി ഒരാൾക്ക് പെൺകുട്ടികളില്ല, ആൺകുട്ടികളെ കൊണ്ട് നല്ല പെണ്ണിനാണ് കെട്ടിച്ചാൽ പോരെ അല്ലേ? പെൺകുട്ടികളെ കൊണ്ട് നല്ല ഭർത്താക്കന്മാരെ എടുത്താൽ പോരെ അല്ലേ? അല്ലാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം മക്കളെ. ആ മക്കൾ നമുക്ക് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കുള്ള നിധിയാണ്. എൻ്റെ അമ്മയും ബാപ്പയും മരിച്ചിട്ട് കൊല്ലങ്ങളായി. എത്ര കഷ്ടപ്പെട്ടാണ് പോലും പഠിപ്പിച്ചത്. അല്ലാഹുവേ ഖബർ സ്വർഗ്ഗമായി കൊടുക്കണേ അല്ലാഹ്. ഇപ്പം നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞില്ലേ അല്ലേ? നമ്മളിപ്പോൾ ഇത്രയും ആൾ ആമീൻ പറഞ്ഞു. ഒരു 150 ആളുണ്ടാവും. പെണ്ണുങ്ങളൊരു 50 ആളെയും കൂട്ടിക്കോളി, അപ്പോൾ 200 ആളായി. 200 ആള് ആമീൻ പറഞ്ഞപ്പോൾ അത് അല്ലാഹു തആല ഒന്നിന് 10 കൊടുക്കും. അപ്പൊ 200 10 എത്രയായി? അപ്പൊ എൻ്റെ അമ്മാനും ബാപ്പാനും ഖബറിലേക്ക് ഇപ്പം എത്ര കിട്ടി? ഇനി നമ്മൾ ഒരാൾ ആമീൻ പറയുമ്പോൾ അത് 3 ആമീനാണ്. എന്തുകൊണ്ട്? നമ്മളെ വലഭാഗത്തും ഒരു മലക്കുണ്ട്, ഇടഭാഗത്തും ഒരു മലക്കുണ്ട്. നമ്മൾ ദ്വാരക്കുമ്പോൾ മലക്കുകൾ ആമീൻ പറയില്ലേ? എന്ത് നിങ്ങൾക്കൊരു സംശയം? പടച്ചോനെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. മലക്കൾ ആമീൻ പറയില്ലേ? മലക്കുകൾ പറയുന്ന ഉറപ്പാണ്. മലക്കളെ കൊടുത്തിട്ട് ഒറ്റ വഹാബികളും ഇല്ലല്ലോ. പിന്നല്ലോ നിങ്ങൾ ഇതുവരെ ആവർത്താനെന്ന് പറഞ്ഞിട്ടില്ല. മലക്കൾ കൊടുത്തിട്ട് ജമാഅത്ത് നിങ്ങൾ ഇതുവരെ കേട്ടിക്കണം. ആ മലക്ക് ജമാഅത്തുകാരനാണോലോ, ആ മലക്ക് മുജാഹിദാണോലോ. നമ്മളെ കൂടെ ഉള്ള അപ്പം ഇവിടെ 200 ആളുണ്ടെങ്കിൽ നമ്മളെ കൂടെ 2 മലക്കുകൾ ഉറപ്പാ. അപ്പം എത്ര? 600 മലക്കുകളായി. 400 മലക്കുകളും 200 നമ്മളും. പടച്ചോനെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും പടച്ചോനെ ഈ കൂടിയ ഞങ്ങളെല്ലാവരും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഹയാത്തുള്ള മാതാപിതാക്കൾക്ക് മനസ്സമാധാനം കൊടുക്കണേ അല്ലാഹ്. മക്കളെ ദുആ ഒക്കെ മാതാപിതാക്കളായതുകൊണ്ട് മക്കൾ ചിന്തിക്കണം. മക്കൾക്ക് ഗുണം കിട്ടുന്നത് മാതാപിതാക്കളെ ദുആ പോലെ മക്കൾക്ക് ഫലം ചെയ്യുന്ന മറ്റൊരു ദുആ ഇല്ല. അത്ര പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന മാതാവ് പിതാവ്, ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന മക്കൾ, അതായിരിക്കണം നമ്മുടെ ജീവിതം. മക്കളെ നമ്മൾ നല്ലപോലെ സ്നേഹിച്ച് കീഴടക്കണം. മക്കളെ വാത്സല്യത്തിൽ കൂടെ നിർത്തണം. അതാണ് വേണ്ടത്. അല്ലാഹ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയതാ. നബി തങ്ങൾ വീട്ടിൽ വന്നതേ ഉള്ളൂ. അപ്പോഴൊക്കെ ഒരാൾ കാണാൻ പോയി. നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, സമയവും കാലവും ഒന്നും നോക്കാതെ ഒരു കാണാൻ പോയി. വേഗം വന്നോളൂ, ഇപ്പോൾ ഇവിടെ ഒരാൾ ഇവിടെ ഉണ്ട്, വേഗം വന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്തി അകത്തേക്ക് പോയതേ ഉള്ളൂ. അപ്പോൾ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചു. നമ്മളെ നാട്ടിലാണിച്ചാൽ എന്ത് ചെയ്യും? വിളിച്ചീമല വിളിച്ചു കൊണ്ടുപോകും. അങ്ങനെയല്ലേ നമ്മൾ?
അല്ലേ? നമ്മളെ വീട്ടിൽ വന്നിട്ട് ഒരാൾ ബെല്ലടിച്ചാൽ പുറത്ത് നമ്മളെ ഇതുണ്ടല്ലോ, എന്തായാലും പറയാം, നമ്മളെ വീടിൻ്റെ പുറത്തെ അതെന്താണ്? സിറ്റ് ഔട്ട് അല്ലേ? സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞത് ആരോടാ? നമ്മളിങ്ങനെ പേര് പറഞ്ഞു പോയാൽ പോരെ. വീടിൻ്റെ പുറത്തുള്ള സ്ഥലമാണ് ഏത്? സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ട്, പുറത്തിരിക്കുക. ആരോടത് പറഞ്ഞത്? ഔത്തുള്ളവരൊക്കെ പുറത്തിറങ്ങിയിരിക്കാനാ. പിന്നെന്താ? സിറ്റ് ഔട്ട്. പുറത്തുനിന്ന് വരുന്നവനോട് കുറച്ച് ഇവിടെ ഇരിക്കുക. ആള് വരും, വാതിൽ തുറക്കുമ്പോൾ കാണാം. അതാ ഒരു ബെല്ലടിച്ചു, അപ്പൊ തന്നെ രണ്ടാമത്തും അടിച്ചു, അപ്പൊ തന്നെ മൂന്നാമത്തും അടിച്ചു, അപ്പൊ തന്നെ നാലാമത്തും അടിച്ചു. ഇങ്ങനെ അടിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഇന്നാളെ ഒരു പെരയിൽ 4 ആൾ പോയി ബെല്ലടിച്ച്, ഒരു ബെല്ലടിച്ച്, 2 ബെല്ലടിച്ച്, മൂന്നാമത്തെ ബെല്ലടിച്ച്, നാലാമത്തെ ബെല്ലുമ്പോൾ അങ്ങനെ അമർത്തി ഇങ്ങനെ പിടിച്ചിട്ട് കുറൂ നടന്നുകൊണ്ട്. അപ്പോൾ ഒരു ചെറിയ കുട്ടി വന്നിട്ട് വാതിൽ ഇങ്ങനെ തുറന്ന്, അപ്പോൾ ഈ ബെല്ലടിച്ചവർക്ക് ഇവനെ കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചു. ഈ ഏറൊക്കെ എറിഞ്ഞിട്ട് കണ്ണിയാങ്ങിയാ വീണെന്ന് ചോദിച്ചു. നമ്മളൊരു ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്, എന്നാൽ നേരാണ് കയറി ചെല്ലാൻ പറ്റും. എൻ്റെ വീട്ടിൽ ആരുണ്ട്? എൻ്റെ മകൻ്റെ ഭാര്യയുണ്ട്. ഓള് പ്രസവിച്ച് അല്ലേ? സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആണുങ്ങൾ പരിയില്ലാത്ത പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? ആ മാക്സൊക്കെ പൊന്തിച്ചു പിടിച്ചിട്ട് കാലിൻ്റെ തുടമ കുട്ടിനെ കിടത്തിയിട്ട് എണ്ണ വെച്ച് കൊടുക്കണ്ടാവും, കുഴമ്പ് വെച്ച് കൊടുക്കണ്ടാവും അല്ലേ? നമുക്കൊരു മകളായാലും പിന്നെ മരുമകളായാലും കാണാൻ പാടില്ലാത്തത് കാണാൻ പറ്റുമോ? പുറത്തുനിന്ന് വരികയാണെങ്കിൽ ഒരു ഒച്ച ഉണ്ടാക്കിയിട്ട് സിറ്റ് ഔട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുക, പാഞ്ഞിന് കയറലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരാളെ വിളിച്ചാൽ, ഒരു വീട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ ഒരാളെ വിളിച്ചാൽ 4 റക്അത്ത് നിസ്കരിക്കണ സമയം കഴിഞ്ഞിട്ടേ പിന്നെ രണ്ടാമത് വിളിക്കുള്ളൂ. ഒരു വീട്ടിൽ നിസ്കരിക്കണ്ടാവും, ബാത്റൂമിലുണ്ടാവും, കുളിപ്പിക്കണ്ടാവൂലേ? അപ്പോഴേക്ക് നമുക്ക് ദേഷ്യം പിടിക്കാൻ പറ്റുമോ? ഒന്ന് കാത്തു നിൽക്കണ്ടേ? ഒരു സ്വഹാബി റസൂലുള്ള ഒരു യാത്ര കഴിഞ്ഞ് വന്നതാ. യാത്ര കഴിഞ്ഞ് വന്ന് റസൂലുള്ള റൂമിക്കാണ് കയറിയിട്ടുള്ളൂ. അപ്പോഴേക്ക് ഒരാൾ വന്ന് വിളിച്ചു. നബി തങ്ങൾ പുറത്ത് വരുന്നത് കാണുന്നില്ല. അപ്പൊ അയാൾക്ക് ഇങ്ങനെ ഒരു പൊറുതിയോട് വരായിട്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ നിന്നിട്ട്, റസൂലുള്ളാഹിന്റെ വീട് ഏതാണ്? ഈത്തപ്പനയുടെ ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ വീടാ. ആ വീടിന്റെ ഉള്ളിൽ കൂടെ ഇയാൾ ഔത്തേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ ഇയാളൊരു അത്യത്ഭുതം കാണുകയാണ്. എന്താ കാണുന്നത്? റസൂലുള്ള വീട്ടിന്റെ അകത്ത് 3 പേരക്കുട്ടികളും ഉണ്ട് ഒപ്പം. ആരാ? 2 കുട്ടികൾ, അത് ഫാത്തിമ ബീവിന്റെ മക്കള്. ഒരു കുട്ടി ഏതാ? മരിച്ച സൈനബ ബീവിന്റെ കുട്ടി. 3 പേരക്കുട്ടികൾ. ആ 3 പേരക്കുട്ടികളും കൂടി വല്യപ്പാന്റെ ഒപ്പം കൂടിയേക്കാണ്. റസൂലുള്ള അങ്ങനെ സുജൂദിൽ കിടക്കുന്നുണ്ട്. റസൂലുള്ള അങ്ങനെ സുജൂദിൽ 2 കുട്ടികൾ റസൂലുള്ളാഹിന്റെ പുറത്ത് കയറി ഇരുന്നിക്കണ്. 2 കുട്ടികൾ റസൂലുള്ളാഹിന്റെ മുതുകിൽ കയറി ഇരുന്നിക്കണ്. 3-ാമത്തെ കുട്ടിയും കൂടി ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് മത്സരിക്കാണ്. ഈ കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾ നോക്കി മുത്ത് നബി കുട്ടികളൊപ്പം കളിക്കണത്. നിങ്ങൾ ആരെങ്കിലും ഇതിനിടക്ക് ചെയ്തു നോക്കിക്കണം. മക്കളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലെടുക്കുന്നത് കണ്ട നിങ്ങൾ? മുത്ത് റസൂലുള്ളാഹി തങ്ങളെ പുറത്ത് ഇങ്ങനെ കയറിയിട്ട് കുട്ടികൾ കളിക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സുജൂദ് ചെയ്തു. ആ സുജൂദിന് പോരാൻ കുറച്ച് വൈകി. സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ എന്താ ഇന്നത്തെ നിസ്കാരത്തെ പറ്റിയത്? ഒന്നും പ്രത്യേകമായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ സുജൂദ് കിടക്കുമ്പോൾ ആ ചെറിയ കുട്ടി വന്നു, ഇതിന്റെ പുറത്ത് അവിടെ കയറിയിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിന്റെ പുറത്ത് ഇങ്ങനെ ഏറ്റവും മോട്ടോർ സൈക്കിളും കയറിയ മാതിരി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഞാനവനെ പിടിച്ച് താഴെ ഇറക്കിയാൽ എന്ത് ചെയ്യും? പിടിച്ച് താഴെ ഇറക്കിയാൽ എൻ്റെ നിസ്കാരം ബാത്തിലാവും. കാരണം അപ്പൊ കുറച്ചേരം ഇങ്ങനെ അടങ്ങി കടന്നു റസൂലുള്ള സുജൂദിൽ. അപ്പൊ കുട്ടിക്ക് തന്നെ ഒരു സംശയം, നിങ്ങൾക്ക് തന്നെ ഒരു സംശയം, പടച്ചോനെ വല്യപ്പാക്ക് വല്ലതും പറ്റിയോ? കുറച്ചേരം ഇങ്ങനെ റസൂലുള്ള അടങ്ങി കടന്നപ്പോൾ കുട്ടി താഴെ ഇറങ്ങി. അപ്പൊ റസൂലുള്ള അല്ലാഹു അക്ബർ യാ റബ്ബ്. ഓക്കെ, മക്കളെ നമ്മൾ കീഴടക്കണം. പല വീട്ടിൽ നിന്നും പെൺകുട്ടികൾ ചാടിപ്പോയാൽ നിങ്ങൾ ആ ചാടിപ്പോയ വീട്ടിലൊക്കെ ഒന്ന് പോയി എന്നിട്ടൊരു പഠനം നടത്തുമ്പോൾ മനസ്സിലാവും കുട്ടിൻ്റെ അടുത്ത് മാത്രമല്ല തെറ്റ്. കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്നേഹവാത്സല്യങ്ങളും ഉപദേശങ്ങളും അതാത് സമയത്ത് കൊടുക്കുന്നിടത്ത് മാതാപിതാക്കൾക്ക് പാകപ്പിഴവ് പറ്റിയോ? കുട്ടികളെ പേര് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പോവുക എന്നല്ലല്ലോ വേണ്ടത്. കുട്ടികളെ സ്നേഹിച്ച് വാത്സല്യത്തിൽ കീഴടക്കിയിട്ട് നന്നാക്കിയെടുക്കണ്ടേ? അല്ലാഹു റബ്ബി, പെൺകുട്ടികൾ അങ്ങനെ ഓടിച്ചാടി പോകാൻ കൊതിക്കുന്ന പെൺമക്കളെ നിങ്ങൾ ഓർക്കണം, ഖേദിക്കേണ്ടി വരും. മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോകുന്ന ഒരു മക്കളും അവര് നന്നായി തീരുകയില്ല.
ഭാര്യയെ കണ്ണീര് കുടിപ്പിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ വല്ലാതെ ബുദ്ധിമുട്ടാക്കുന്ന ഭാര്യ, ആരും പരസ്പരം ശ്രദ്ധിക്കണം. അതൊന്നും അല്ലാഹു തആല പൊരുത്തപ്പെടുന്ന കാര്യമല്ല. നമ്മളവിടുന്ന് വാപ്പ മരിച്ചിട്ട് ഒരു കുട്ടിയുള്ള അമ്മ കഷ്ടപ്പെട്ട് മോളെ പോറ്റി വളർത്തി, കഷ്ടപ്പെട്ടാണ് അമ്മ പോറ്റി വളർത്തിയത്. ആ പെണ്ണിനെ 19.5 വയസ്സായിരിക്കുന്ന പെണ്ണിനെ ഒരു ദിവസം കാണാനില്ല. വളരെ വിഷമിച്ച് ഉമ്മ. അപ്പൊ ആരോ പറഞ്ഞു കുട്ടി ഇങ്ങനെ ഒരാളായിട്ട് ബന്ധമുണ്ട് പോയിക്കണ്. ആ അമ്മ വളരെ കഷ്ടപ്പെട്ട് അവസാനം പോലീസിൽ കൊടുത്ത് മൈസൂരിൽ നിന്നോ മറ്റോ പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് കോടതിയിൽ ഹാജരാക്കിയപ്പോ ഈ പോറ്റി വളർത്തിയ അമ്മ ഉണ്ടല്ലോ, വാപ്പല്ലാതെ കുട്ടിനെ പോറ്റിയ അമ്മയല്ലേ, ചെറുപ്പത്തിൽ വാപ്പ മരിച്ചിക്കണ്. ആ അമ്മ കോടതിക്കാണ് പോയി. ഇന്നെ കണ്ട എന്റെ കുട്ടി ഒപ്പം പോരുന്ന അമ്മ വിചാരിച്ചത്. പെണ്ണ് തിരിഞ്ഞു നോക്കിയില്ല അമ്മാനെ. കോടതി ചോദിച്ചു, നീ ആരെ കൂടെയാണ് പോണത്? ആ നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചു. അത് ഉമ്മയാണ്. ഉമ്മാന്റെ ഒപ്പം പോണ ചോദിച്ചു. ഇല്ല, ഉമ്മാന്റെ ഒപ്പം പോണില്ല എന്ന് പറഞ്ഞതോടുകൂടെ അമ്മ കോടതിയിൽ ബോധം കെട്ട് വീണ് ഉമ്മാനെ മറ്റുള്ള ആളുകൾ കൂട്ടിയിട്ട് ഓട്ടോറിക്ഷയ്ക്ക് കയറ്റിയിട്ട് കൊണ്ടുവന്നാക്കി. അല്ലാഹു റബ്ബി, ഈ പെണ്ണെന്ത് ചെയ്തു? വാട്സപ്പിൽ കിട്ടിയ ചെറുപ്പക്കാരന്റെ കൂടെ പോയി. ഒരു വർഷം പൂർത്തിയായി. ഈ പെണ്ണ് വാടക എവിടെയോ താമസിക്കാണ്. ഹോസ്പിറ്റലിൽ പ്രസവത്തിന് കടത്തി. ഈ പെണ്ണ് ഗർഭിണിയായി പ്രസവിച്ചു കഴിഞ്ഞു. ഈ ഉമ്മ ഇതൊന്നും ആർക്കും ഉമ്മക്ക് വിഷമിച്ച് കഴിയാണ്. പ്രസവം കഴിഞ്ഞിട്ട് കുട്ടിനെ സിസ്റ്റർമാര് ഇവന് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. കുട്ടിനെ ഒരു നോക്ക് കണ്ടെങ്ങാണ്ട് ഓനാണ് പോയതാ. പിന്നെ ഓൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. എന്താ സംഗതി? പ്രസവിച്ചു നോക്കുമ്പോ കുട്ടിക്ക് മുച്ചിറിയൊക്കെ മനസ്സിലായി. ഈ മുകൾ ഭാഗത്തെ ചുണ്ട് രണ്ടും ഇങ്ങനെ വേറിട്ട് നിൽക്കാണ്, മനസ്സിലായോ? മൂക്കിന്റെ ഈ പാലുണ്ടല്ലോ ഇതിങ്ങനെ പൊന്തി നിൽക്കാൻ. ഈ കുട്ടിന്റെ മുഖം ഇങ്ങനെയാണ് എന്ന് കണ്ടപ്പം അപ്പാണ് പോയതാണ് കുട്ടിന്റെ വാപ്പ. പിന്നെ കുട്ടിനെ ഓനെ വെട്ടി ആകെ വളർത്തുള്ള തെളിവെന്താ? ഒരു മൊബൈൽ ഫോണാണ്. 3 ദിവസം ഹോസ്പിറ്റലിൽ നിന്നു. ഹോസ്പിറ്റലിൽ ആരെ വകണ്ടല്ലപ്പോൾ ടാക്സി എടുത്തിട്ട് കോട്ടേഴ്സിൽ എത്തിച്ചു കൊടുത്തു. കോട്ടേഴ്സിൽ ആ പെണ്ണ് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണ് ശുശ്രൂഷിക്കാൻ ആളില്ല, ഭക്ഷണം കൊടുക്കാൻ ആളില്ല, മരുന്ന് കൊടുക്കാൻ ആളില്ല. കോട്ടേഴ്സിൽ താമസിക്കുന്ന മറ്റ് പാവങ്ങൾ വല്ലപ്പോഴും വല്ലതും കൊടുക്കും. അവസാനം ആ കോട്ടേഴ്സ് നിൽക്കുന്ന സ്ഥലത്തെ മഹല്ല് കമ്മിറ്റി ഇതറിഞ്ഞു. അവരിടപെട്ടു. ആ അഡ്രസ്സും മറ്റുമൊക്കെ ചോദിച്ചിട്ട് ഇപ്പുറത്തെ മഹല്ലത്തിൽ വന്ന് ഉമ്മാൻ്റെ അടുത്ത് വന്നു. ആ ഉമ്മാനോട് വന്നിട്ട് ഈ പെണ്ണുങ്ങളെ മകളാണോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാ ഓളിപ്പം ഇങ്ങനെ വല്ലാത്തൊരു കഷ്ടപ്പാടിലാണ്. അപ്പ അമ്മ പറഞ്ഞു, കഷ്ടപ്പെട്ടോട്ടെ, നിങ്ങൾ നോക്കിക്കോളിയും, എനിക്കാ മകളെ വേണ്ട. ഞാൻ ഓളെ വാപ്പ 1 വയസ്സിൽ മരിച്ചിട്ട് എൻ്റെ കുട്ടിനെ 19.5 വയസ്സ് വരെ ഞാൻ അത്ര കഷ്ടപ്പെട്ട് പോറ്റിയിട്ട് കോടതിയിൽ നിന്ന് ഞാൻ ബോധം കെട്ട് വീണിട്ട് അന്യ ആളുകളാണ് എന്നെ എടുത്തു കൊണ്ടുപോണത്. ആ സമയത്ത് പോലും എൻ്റെ മകൾക്ക് ഉമ്മാന്ന് വിളിക്കാൻ തോന്നാത്ത ആ മകളെ എനിക്ക് വേണ്ട. ഈ നാട്ടിൽ നിന്ന് ഇനി ഒരു പെണ്ണ് ചാടിപ്പോണുണ്ടെങ്കിൽ ഓക്കൊക്കെ ഇതൊരു പാഠമായിക്കോട്ടേന്നു. ദുനിയാവിൽ തന്നെ നരകം അനുഭവിക്കേണ്ടി വരും. അള്ളാഹു തന്നെ നമുക്ക് ബിസ്മില്ലാഹി തന്ന കൂട്ടരാണ് നമ്മൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉമ്മാനെയും ബാപ്പാനെയും ധിക്കരിച്ചുകൊണ്ടുള്ള മക്കളെ ശപിച്ചുകൊണ്ടുള്ള മാതാപിതാക്കള് രണ്ടും ശ്രദ്ധിക്കണം. മക്കൾ ഇങ്ങോട്ടും മാതാപിതാക്കൾ അങ്ങോട്ടും. വല്ലാത്ത കാര്യങ്ങൾ അവിടെയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ ഖുർആൻ വളരെ വ്യക്തമായിട്ട് വഅബ്ദു റബ്ബക എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ ഇതൊക്കെ ഇങ്ങനെ നല്ലപോലെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഖ്ഫദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. അല്ലാഹ്, ഉമ്മ വാപ്പ, എന്താണ് അതിൻ്റെ ഒക്കെ ഒരു സ്നേഹം, അതിൻ്റെ ഒക്കെ ഒരു സംഗതി. ഞാൻ നിർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട മുതിർന്ന തലമുറയിലെ ആളുകളോട്, മഹല്ല് ഉത്തരവാദപ്പെട്ടവരോടൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്യണം? മുതിർന്ന തലമുറയിലെ ആളുകൾ കുടുംബജീവിതത്തിന്റെ ഒരു സന്തോഷം, കുടുംബജീവിതത്തിന്റെ ഒരു ഐശ്വര്യം, അത് നമ്മുടെ നാട്ടിലൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നമ്മളൊക്കെ ഉത്സാഹിക്കണം. അങ്ങനെ ആ ഒരു സന്തോഷകരമായിരിക്കുന്ന ജീവിതത്തിലൂടെ നമ്മളെ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി വരുമ്പോൾ അൽഹംദുലില്ലാഹ് ഐശ്വര്യമുണ്ടാകും, സന്തോഷമുണ്ടാകും. അർഹമുർറാഹിമീനായ റബ്ബേ, നിന്റെ മുമ്പിലും ജനങ്ങളെ മുമ്പിലും ഞങ്ങളെ നീ ഐബാക്കല്ലേ പടച്ചവനെ. മനുഷ്യൻ അല്ലാഹു തആല നൽകിയിരിക്കുന്നത് സ്നേഹമാണ്. മനുഷ്യൻ അല്ലാഹു തആല നൽകിയിരിക്കുന്നത് സമാധാനമാണ്. ആ സ്നേഹ സമാധാനം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ
പെൺകുട്ടികളൊക്കെ ശ്രദ്ധിക്കണം. ഉമ്മയും ബാപ്പയൊക്കെ കല്യാണം ആലോചിച്ചിട്ട് നല്ലൊരു കല്യാണം, ജീവിതത്തിൽ ഒരിക്കലാണ് കല്യാണം ഉണ്ടാകുക, അതൊക്കെ ഒരു നല്ല സന്തോഷത്തിൽ. നാളെ നോക്കുമ്പോൾ ഒരു പെണ്ണ്, ഒരു ചെറിയ പെണ്ണ, ഒപ്പം പോണ ആണിനെ കണ്ടു നോക്കുമ്പോൾ ഓൻ വലിയ ബെറ്റിലെ കൂടി ഏണി കൊണ്ടോണം അതിലാണ് പുതിയ പെണ്ണെ കണ്ടു നോക്കുമ്പോൾ. അപ്പം ഞാൻ ചോദിച്ചു കുട്ടി എന്തിനാ എവിടുന്ന കിട്ടിയത്? അപ്പം നോക്കുമ്പോൾ വാട്സപ്പിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് അല്ലാഹു, പെണ്ണിന് 19 വയസ്സ്, ഓനിക്ക് 48. ഇതൊന്നും അല്ല മക്കളെ കല്യാണം എന്ന് പറയുന്നത്. ഒരു വിവാഹം, വിവാഹത്തിന്റെ സദ്യയും സൽക്കാരവും അതൊക്കെ ഇസ്ലാം എത്രമാത്രം സന്തോഷത്തോടുകൂടെ പഠിപ്പിക്കണത്. നാട്ടിലുള്ള മുഅ്മിനീങ്ങൾ ചേർന്ന് രക്തബന്ധത്തിൽ, ഉമ്മാന്റെ കുടുംബത്തിൽ, വാപ്പാന്റെ കുടുംബത്തിൽ, നമ്മളെ പള്ളി മഹല്ലത്തിൽ ഒക്കെ ചേർന്ന് സന്തോഷിച്ച് ഒരു കല്യാണമൊക്കെ ഉണ്ടാക്കി, ആ കല്യാണത്തിന്റെ സദ്യയിലൊക്കെ ആളുകൾ കൂടി. അല്ലാ, ഏത് സദ്യക്ക് പോയിട്ടുണ്ടെങ്കിലും കല്യാണ സദ്യക്ക് വിളിച്ചാൽ പോണെന്നാണ് ശറഈന്റെ നിയമം. വിവാഹ സദ്യക്ക് ക്ഷണിച്ചാൽ അതിൽ പോയി കൂടല് മറ്റെല്ലാ സദ്യയേക്കാളും സുന്നത്താണ്. ഒരു കല്യാണത്തിന് മകളെ കെട്ടിക്കാനുണ്ട്, മകന്റെ പെണ്ണിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാണ് എന്ന ആ സൽക്കാരത്തിന് വിളിച്ചാണ്ടല്ലോ, ആ സൽക്കാരത്തിന് പോകുക എന്നുള്ളത് മറ്റെല്ലാ സൽക്കാരത്തെക്കാളും. പിന്നെ വേറൊരു സംഗതി ഉണ്ട്, സൽക്കാരം നടത്തുന്ന ആളുകൾ മുതലാളിമാരെ മാത്രം വിളിച്ചുകൊണ്ട് അത്തരം സദ്യ നടത്താൻ പാടില്ല. ഒരു സദ്യ നടത്തുമ്പോൾ എന്ത് ചെയ്യണം? സാധുക്കളെയും അയൽവാസികളെയും രക്തബന്ധത്തിലുള്ളവരും വിവാഹ ബന്ധത്തിലുള്ളവരും അങ്ങനെ. അപ്പൊ അല്ലാഹു തആല അതിന് വലിയ നിഅമത്ത് തരും, ബറക്കത്ത് തരും. അർഹമുർ റഹീമേ, മാതാപിതാക്കളെ കൊണ്ട് മക്കൾക്കും മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കും ഖൈറായത് നൽകി നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവേ ഖൈറിന്റെ വാതിൽ തുറന്നു തരണേ അല്ലാഹ്. നമ്മളൊക്കെ ബഹുമാനപ്പെട്ട ഷർവാനി ഉസ്താദ് പറഞ്ഞല്ലോ, അല്ലാ, ഇവിടെ ഇപ്പോൾ മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന ബുർദ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഗതിയാണ്. ആ ബുർദ അങ്ങനെ ചൊല്ലിയിട്ട് നമ്മൾ യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി. അല്ലാഹ്, ബുർദയുടെ ഓരോ വരികളും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബുർദ, മങ്കൂസ് മൗലിദ് എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്കൊരു ചികിത്സയാണ്, അത് നമുക്കൊരു മരുന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ മരുന്നിന്റെ ബെയ്ത്തുകൾ അതിവിടെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് അതിന്റെ ഗുണം അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു ബുർദയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നാടിന് നീ കാവലാകണേ അല്ലാഹ്. ഞങ്ങളെ നാട്ടുകാർക്ക് നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. മഹ്ദറത്തുൽ ബദരിയ നടക്കുന്നു, അതുപോലത്തെ പല ദിക്റുകളും പൂർവികരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചെന്നാണ്. അള്ളാഹുവിന്റെ ആ ബുർദ ബൈത്ത് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇങ്ങനെ പറഞ്ഞ് അവസാനം നേരിട്ട് മുനാജാത്തിലേക്ക് എത്തുകയാണ്. യാ കറാമൽ ഖൽഖി മാ ലിമൻ ആലൂദു ബിഹി സിവാക ഇൻദ ഹുലു ലിൽ ഹാദിസിൽ അമീമി. ഷർവാനി ഉസ്താദ് അതിൻ്റെ അവസാനത്തിൽ ബുർദന്റെ കുറേ വരികളും ആ വരികളെ കൊണ്ടുള്ള പ്രത്യേക ഗുണങ്ങളും അതൊക്കെ അങ്ങനെ പ്രത്യേകം രേഖപ്പെടുത്തിയ കിതാബ. അള്ളാഹുവേ, ബുർദ കൊണ്ട് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒട്ടേറെ മഹാന്മാർ രക്ഷപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് മുത്തുനബിയിലുള്ള മഹബത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്, മഹബത്ത് നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ബുർദന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മദീനത്തെത്തിക്കണേ അല്ലാഹ്. അല്ലാഹ്, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോയിട്ട് മദീന മുനവ്വറയിൽ എത്തുമ്പോൾ ഓരോ വർഷവും നമ്മൾ കാണാറുണ്ട്. ഈ വർഷമൊക്കെ എൻ്റെ കൂടെ ചെറുപ്പക്കാരുണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ കുട്ടികൾ. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടി, അവനും എൻ്റെ ഭാര്യയും. ലണ്ടനിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, ഉമ്മുൽ ഖുവൈൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഞങ്ങൾ അടുത്ത നാട്ടുകാരനായ ഒരു സ്നേഹിതൻ. അവരൊക്കെ ഞങ്ങളെ കൂടെ. ഞാൻ അവരൊക്കെ ഇങ്ങനെ നോക്കി ഒരു കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട്, അല്ലാഹു റബ്ബി, ജബലുൻ നൂർ കയറാൻ, അതേപോലെ തന്നെ ഉംറക്ക് പോകാൻ, തവാഫിന് പോകാൻ, എത്ര ഒരു സന്തോഷത്തിൽ ആ ചെറുപ്പക്കാരൊക്കെ. അല്ലാഹ്, അങ്ങനെ ഹജ്ജിന് ഇങ്ങനെ കൂടിയപ്പോൾ അവരൊക്കെ യാ റബ്ബ്, അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാഹ്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ മദീന മുനവ്വറ 34 പേരുകളെ കൊണ്ട് പ്രസിദ്ധമാണ് മദീന മുനവ്വറ. യാ റബ്ബ് യാ റബ്ബ്,
ആ മദീന മുനവ്വറയിൽ പോകാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനത്ത് ഞമ്മക്കൊക്കെ ജീവിതത്തിൽ പല പ്രാവശ്യം പോകാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്. നമ്മളൊക്കെ ദുആ ചെയ്യണം. മദീന മുനവ്വറ മുതിർന്ന തലമുറയിലെ രക്ഷിതാക്കളെ, വല്യപ്പാരും വാപ്പാരും ഒക്കെ ആയിരിക്കുന്ന മുതിർന്ന തലമുറയിലെ സഹോദരങ്ങളെ, നമുക്കൊക്കെ മക്കളെ കൊണ്ടും കുടുംബത്തെ കൊണ്ടും എല്ലാം നമുക്ക് ആഖിറത്തിലേക്ക് വലിയ ഫലം കിട്ടണം, ദുനിയാവിൽ നമുക്ക് ഇസ്സത്ത് കിട്ടണം. അതുകൊണ്ട് രണ്ട് ലോകത്തെ വിജയം ഓർത്തുകൊണ്ട് ജീവിതത്തിൽ പരസ്പര സ്നേഹമുണ്ടാകണേ, കാരുണ്യമുണ്ടാകണേ, കൃപയുണ്ടാവണേ. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലെ ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവർക്കും കൊടുക്കേണ്ടത് സ്നേഹമാണ്, ബഹുമാനമാണ്. സ്നേഹ ബഹുമാനത്തിന് വയസ്സില്ലല്ലോ. അതുകൊണ്ട് ഇസ്ലാമിന്റെ അത്തരം കാര്യങ്ങൾ കാത്തു സൂക്ഷിച്ചു പോകാൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ബുറുദ മജ്ലിസ് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ നമ്മളൊക്കെ നാട്ടിലൊരു പതിവുണ്ട്. എന്താ? മാസത്തിലൊരു ബുറുദ മജ്ലിസ്. ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ നല്ല മട്ടത്തിൽ ഓതാൻ പഠിച്ചു. നമ്മളൊക്കെ പഴയ ഇശല്ലൊന്നും അല്ല ഇപ്പം കുട്ടികളെ ചെല്ലല്, നല്ല രീതിയിൽ ചെല്ലുകയാണ് അല്ലേ. ഒരു നീർച്ചയാക്കിയിട്ട് ഒരു സംഗതി ചെല്ലുകയാണെന്ന് എന്ത് വേണം? മങ്കൂസ് മൗലൂദ് ഓതുകയാണ്, തബറുക്കന് ഓതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബുറുദ ഓതുകയാണ്, തബറുക്കന് ഓതുകയാണെങ്കിൽ എങ്ങനെ ഓതിയാലും മതി. ഒരു മുറാദ് ഹാസിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതുകയാണ്, അല്ലെങ്കിൽ ഒരു നീർച്ചയാക്കിയിട്ട് ഓതുകയാണ്. എന്നാൽ എങ്ങനെ ഓതണം? ഓരോ വരിക്കും ജവാബ് ചെല്ലണം. ഓരോ വരിക്കും ജവാബ് ചെല്ലണം. ഓരോ ജവാബും എന്താണ്? ഒരു സ്വലാത്താണ്. ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സംഗതി പൂർത്തിയാക്കണേന്ന്. അതിൻ്റെ ഇന്നാണ് ഞാനൊരു മൗലൂദിന് കൂടി ഒരു 5-6 ചെറുപ്പക്കാർ കുട്ടികൾ ഓതണോ ഓതെന്നെ ശ്വാസം പെടാതെ ഓതുക. ഓൻ്റെ കൗത്തിലെ നിരമ്പൊക്കെ നോക്കുമ്പോൾ PVC പൈപ്പ് മാതിരിക്കും പടച്ചു നിൽക്കുന്നുണ്ട്. ഇവനൊന്ന് ശ്വാസം അയക്കണ്ട, ഇങ്ങനെ നമുക്ക് സ്വലാത്തി എല്ലാം പറ്റുള്ളൂ. പണ്ട് പ്രധാന ഭക്ഷണമാണ് കഞ്ഞി. 2 ആൾ കഞ്ഞി കുടിക്കായിരുന്നു, കയ്യിലൊന്നുള്ളൂ, കുടിച്ചണോ കുടിച്ചു തന്നെ. മറ്റോൻ ചോദിച്ചു എനിക്ക് കഞ്ഞിയാണ് ചോദിച്ചു, ഇജ്ജാ കയ്യിലൊന്ന് താഴെ വെച്ച് കിട്ടണ്ടേ എന്ന മാതിരി ഇവനൊന്ന് ശ്വാസം അയച്ച് കിട്ടണ്ടേ. അതല്ല നമ്മളൊക്കെ ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി സല്ലി. ഒരു മുറാദ് ഹാസിലാകാൻ വേണ്ടി ചെല്ലുമ്പോൾ അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജതദം അൻജറാ മിൻ മുഖലത്തിൻ ബിദമി മൗലായ. ഓരോ വരിക്കും ആ സ്വലാത്ത് തന്നെ ചെല്ലണം. അത് റസൂലുള്ളാഹിയും ഇമാം ബൂസൂരി തങ്ങളും മുനാജാത്ത് ചെയ്തിട്ട് കിട്ടിയ ബെയ്ത്താണ്. ജവാബ് ഏതെന്നെ ചെല്ലണം? അതിൽ പറഞ്ഞത് ചെല്ലണം. നമ്മളെ വകയായിട്ട് വേറെ ഏതെങ്കിലും ചെല്ലലല്ല. ഒരു നേർച്ചയാക്കി ചെല്ലുമ്പോൾ, ഒരു മുറാദ് ഹാസിലാക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അതതിൻ്റെ മട്ടത്തിൽ ഇങ്ങനെ ചെല്ലിയാൽ അല്ലാഹ് പടച്ചവനെ ക്യാൻസറിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അറ്റാക്കിൽ നിന്ന് കാക്കണേ അല്ലാഹ്, പടച്ചവനെ കിഡ്നി രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾക്ക് നീ ദുനിയാവിലെ ജീവിതത്തിൻ്റെ സന്തോഷമാണ് ഭാര്യ ഭർത്താവ്, ഞങ്ങളെ ജീവിതം ഐശ്വര്യത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമാണ് ഞങ്ങളെ മക്കളും ഭാര്യയും, നീ റാഹത്തിലാക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ പൊരുത്തം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞാൻ നിർത്തി. ഇവിടെ ബുർദൻ്റെ ദിവസം നടക്കുമ്പോൾ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കലുണ്ട്. എന്താ കൊടുക്കൽ ഭക്ഷണം? ഇവിടെ ഇപ്പം ഇന്ന് ബിസ്ക്കറ്റും ചായ കണ്ടത് അതന്നെ. ഇന്ന് അതിന് ബുർദയല്ലല്ലേ, നാളെയാണ്. അതെവിടുന്ന ചെല്ലൽ? ഇവിടുന്ന് തന്നെ പള്ളിക്കന്നെ. അൽഹംദുലില്ലാ. നാളെ ചോറുണ്ടാവും. നാളെ വന്നാൽ മതി. എന്നാലും ഇപ്പം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഇരിക്കട്ടെ, അള്ളാഹു തആല ഖൈറ് തരട്ടെ. ഞങ്ങളൊക്കെ നാട്ടിലുള്ള പതിവ് എങ്ങനെയാണ്? ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ബുർദ കഴിയുമ്പോൾ അടുത്ത ബുർദക്കുള്ള ഭക്ഷണം തീരുമാനിക്കും. ഒരു കൊല്ലത്തിൽ ബുർദക്ക് വരുന്ന ആൾക്കാരെ എന്ത് ചെയ്യും? നമ്മൾ ഒരു കൊല്ലത്തിൽ എത്ര ഉണ്ടായാലും 11 ഉണ്ടാകുക, 12 ഉണ്ടാകുമെങ്കിലും റമളാനിലുള്ളതിന് നമ്മളവിടെ ഭക്ഷണം ഉണ്ടാക്കലില്ല. ഇവിടെയൊക്കെ എങ്ങനെ ഉണ്ടോ? നാളെ ഒരു സ്ഥലത്ത് ചെന്ന് നോക്കുമ്പം അവിടെ റമളാനിൽ ബുർദ ഉഷാറാക്കുകയാണ്. ഒരു റമളാനിൽ ബുർദ അല്ലെങ്കിൽ അസറിൻ്റെ ശേഷം നോമ്പ് ഇറക്കാനുള്ള ഭക്ഷണത്തോടു കൂടെ പിരിയല്. ഓരോ സ്ഥലത്തും ഓരോ. ഇവിടെ അങ്ങനെ തന്നെ. അല്ലാഹു തആല ഖൈറ് തരട്ടെ. അപ്പം ഇവിടെ ഇപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പം ബുർദൻ്റെ മജ്ലിസിൽ ചിലപ്പം ഭക്ഷണം കൊടുക്കാൻ ഒരു 8000, ചുരുക്കം ചില സമയത്ത് 10,000.
അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഭക്ഷണത്തിന് വരുന്നത്. അപ്പോൾ അടുത്ത മാസം ഞാൻ കൊടുക്കുക, പിറ്റത്തെ മാസം ഞാൻ കൊടുക്കുക. എൻ്റെ വാപ്പ മരിച്ച മാസമാണ്, എൻ്റെ അമ്മ മരിച്ച മാസമാണ്, എനിക്കൊരു കുട്ടി ഉണ്ടായ മാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആ ഭക്ഷണത്തിൻ്റെ ഏറ്റെടുത്താൽ അത് ഇങ്ങനത്തെ സഭയിലൊക്കെ ഒരു വലിയ സന്തോഷമാണ്. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അപ്പോൾ നമ്മൾക്ക് ഒന്ന് ഉത്സാഹിച്ച് നോക്കല്ലേ അല്ലേ? ഇതിപ്പോൾ സഫർ മാസം എങ്ങനെയാണ് പോയി. അടുത്തത് ഏതാ? അടുത്തത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വലിലെ ബുർദ, അതിൻ്റെ ഭക്ഷണം ഞാൻ കൊടുക്കാം. ആരാ പറയണത്? അത് മുത്തുനബിൻ്റെ മാസമാണ് പ്രത്യേകിച്ച്. ആരാളുള്ളത്? ആരാ കബീർ? ആ, അടുത്ത മാസത്തെ ഏറ്റിക്കണം. ഇവിടെ ഉണ്ടോ ആള്? പറഞ്ഞിരിക്കണമെങ്കിൽ റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ റബീഉൽ അവ്വലിന്റെ ഭക്ഷണം കബീറിന്റെ വക. അല്ലാഹു തആല കബീറിനും കുടുംബത്തിനും നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്. റബീഉൽ ആഖിർ മുഹീദ്ദീൻ ഷേഖ് തങ്ങളുടെ മാസം ഒട്ടേറെ ഫضലുള്ള മാസമാണ്. ആരാ റബീഉൽ ആഖിറിൽ കൊടുക്കാനുള്ളവർ? ഒരു 8000-10,000 ഉറുപ്പ്യ, ഇല്ലെങ്കിൽ 2 ആൾ കൂടിക്കളി അപ്പാണ് നടക്കുമല്ലോ. ഞാനൊരു വന്നപ്പോൾ ഒരു സംഗതിയാണ്, ഒരു ഖൈർ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ ആരാളുള്ളത്? ഉണ്ടോ റബീഉൽ ആഖിറിൽ ഞാൻ കൊടുക്കാമെന്ന് പറയാൻ? ഉണ്ടോ ആരെങ്കിലും? ഞങ്ങളൊക്കെ നാട്ടിൽ ഈ റബ്ബർ എസ്റ്റേറ്റ് തൊഴിലാളികളാണ്. കൊടുക്കാൻ വിചാരിച്ച ഭയം പറയും, അവരെ കാത്തിക്കൂല. കാരണം ഓർക്ക് ഒരു കൂട്ടാൻ കായുണ്ടാവില്ല. അതാണ് ഇത്. ആരെങ്കിലും ഉണ്ടോ? പിറ്റേത്തെ മാസം കൊടുക്കാൻ റബീഉൽ ആഖിറിന്റെ വകയായിക്കോട്ടെ എന്ന് എഴുതിയിട്ടൊരു ഭക്ഷണം. ബാക്കി മൗലിദ് ദിക്റിന് ബുർദക്ക് വന്ന ആളുകൾക്കൊക്കെ ഒരു ഭക്ഷണം കൊടുത്ത് സന്തോഷിപ്പിക്കുക, അതൊന്നും ചെറിയ സംഗതിയല്ല. ഞാൻ ഇപ്പോൾ അതിൻ്റെ വയല് പറയാൻ നിൽക്കണില്ല. ആരുണ്ടോ? ഒരു കൊല്ലത്തിൽ ഇഷ്ടമുള്ള ഓരോ മാസത്തിലാണ് കൊടുത്താൽ ഏതെങ്കിലും ഒരു മാസം ഞാൻ കൊടുക്കാം, ഒരു മാസം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒരാളോ 2 ആളോ ഒക്കെ കൂടിയിട്ടൊക്കെ കൊടുത്താലും മതി. 2 ആൾ കൂടിയിട്ടാകുമ്പോൾ 4000 ഉറുപ്പ്യ എടുക്കേണ്ടേ ഉള്ളൂ അല്ലേ? റബീഉൽ ആഖിർ ഒരു മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ മാസമാണ്. അന്ന് ബുർദൻ്റെ കൂടെ ഏതും കൂടി ഉണ്ടാവും, മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ മൗലൂദും കൂടി ഉണ്ടാകും. അപ്പോൾ അതാരാ ഒന്ന് തയ്യാറാകണം? അല്ലാഹു തആല നമുക്ക് ഖൈർ തരട്ടെ. ബിസ്മില്ലാ. ആരെങ്കിലും ഒരാൾ പറയും. ഒരാളോ 2 ആളോ? നിങ്ങൾക്കൊക്കെ പരിപാടി കഴിഞ്ഞാൽ 5 മിനിറ്റ് നിങ്ങളെ പരിയിലെത്തും. എനിക്ക് 2 മണിക്കൂർ ഓടണം. നാളെ രാവിലെ സുബഹി സ്കെച്ച് ദർസ് നടത്താണ്ട്. അപ്പം അതുകൊണ്ട് ദീർഘിപ്പിക്കാൻ പറ്റില്ല. പറഞ്ഞോളി. ഞാനുണ്ടോ? അല്ലാഹു തആല നമുക്കൊക്കെ ഖൈർ തരട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അങ്ങനെ നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, അവരൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله
الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله مالك الملوك يا الله خالق رازق يا الله ഈമാന് സലാമത്ത് നൽകണേ അല്ലാഹ് തഖ്വ നൽകണേ അല്ലാഹ് ഇഖ്ലാസ് നൽകണേ അല്ലാഹ് ഇസ്സത്ത് നൽകണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ് നിഅമത്ത് നൽകണേ അല്ലാഹ് ബറക്കത്ത് നൽകണേ അല്ലാഹ് അപകടങ്ങളെ കാക്കണേ അല്ലാഹ് ആഫത്തുകളെ തടുക്കണേ അല്ലാഹ് മുസീബത്തുകളെ ഒഴിവാക്കണേ അല്ലാഹ് അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളാക്കി പോറ്റി വളർത്തിയ മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്. അവരെ ഖബറുടെ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. ഞങ്ങളെ ദുആ ഞങ്ങളെ ഉപ്പാക്കും ഉമ്മാക്കും വല്യമ്മാക്കും വല്യപ്പാക്കും തുടങ്ങി ഞങ്ങളെ രക്തബന്ധത്തിലോ വിവാഹബന്ധത്തിലോ മരണപ്പെട്ടവർക്ക് അല്ലാഹുവേ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ 1-ാം ക്ലാസ് മുതൽക്ക് പഠിപ്പിച്ച മുഅല്ലിമീങ്ങളുണ്ട്, ഉസ്താദുമാർ. ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദ്, വജ്ജഹത്ത് പഠിപ്പിച്ച ഉസ്താദ്, വലിയ വലിയ കിതാബോധി തന്ന ഉസ്താദുമാർ മരണപ്പെട്ടിട്ടുണ്ട്. നീ അവരുടെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഭാര്യമാർ മരണപ്പെട്ട ഭർത്താക്കന്മാർ മരണപ്പെട്ട ഭാര്യമാർ അല്ലാഹുവേ ആ മരണപ്പെട്ടവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഖബറാകുന്ന വീട്ടിൽ വിശ്രമിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ മക്കളുണ്ട്, നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മരുമക്കളുണ്ട്, നീ അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളെ വീട്ടിലും കുടുംബത്തിലും ബന്ധുമിത്രാദികളിലും പലരും പലവിധ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. കിഡ്നി രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഹാർട്ട് രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ പലവിധ രോഗങ്ങൾ പരീക്ഷിക്കപ്പെട്ട് ഞങ്ങളെ നീ തളർത്തിക്കളയല്ലേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ ഏതെല്ലാം വിധത്തിലെ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട് അല്ലാഹുവേ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. ചെറുപ്പക്കാരനായ ഒരു സഖാഫി സ്നേഹിതൻ പടച്ചവനെ മിംസ് ഹോസ്പിറ്റൽ അത്യാസന്ന നിലയിലുണ്ട്. ആ ചെറുപ്പക്കാരനായ സഖാഫിയുടെ ഭാര്യ വല്ലാതെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. നീ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ആർക്കും വീട്ടിലും കുടുംബത്തിലും സ്നേഹജനങ്ങളിലും നീ ക്യാൻസർ നൽകല്ലേ അല്ലാഹ്, അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്, മാനസിക രോഗം നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഗർഭിണികൾക്കൊക്കെ സുഖപ്രസവം നൽകണേ അല്ലാഹ്. പടച്ചവനെ ആൺമക്കളെയും പെൺമക്കളെയും നൽകിക്കൊണ്ട് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ ദർസ് മദ്രസ അതേപോലെ ഞങ്ങളെ സംഘടന മുസ്ലിം ജമാഅത്ത് SYS SSF ഈ സംഘടനകൾക്കൊക്കെ സഹായിക്കുന്നവർ, ഞങ്ങളെ കൂടെ ഹജ്ജ് ഉംറക്കൊക്കെ യാത്ര ചെയ്ത് വന്നവർ, ലോകത്തിൻ്റെ പല ഭാഗത്തും ഞങ്ങളെ ദുആ